Praise the Lord. ദൈവത്തിന് സ്തോത്രം. We just sang that there is abundant life in Jesus. യേശുവിൽ ജീവൻ സമൃദ്ധിയായി ഉണ്ട് എന്ന് നാം പാടിയല്ലോ. That abundant life should work in our midst this evening. ആ ജീവന്റെ സമൃദ്ധി ഇന്ന് ഈ സന്ധ്യാസമയം നമ്മുടെ മധ്യേ പ്രവർത്തിക്കണം. Because there are many powers to take away that little life that is left in us. നമ്മിൽ ശേഷിച്ചിരിക്കുന്ന ആ അല്പജീവൻ എടുത്തു കളയേണ്ടതിന് പ്രവർത്തിക്കുന്ന പല ശക്തികളുണ്ട്. But today many should receive new life. എന്നാൽ ഇന്ന് അനേകർ പുതിയ ജീവൻ പ്രാപിക്കണം. Today many should turn from darkness into light. ഇന്ന് അനേകർ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് തിരിയണം. 1 minute shall we close our eyes. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. We are going to offer praises to God for some time. നാം അല്പസമയം ദൈവത്തിന് സ്തോത്രം കരേറ്റുവാൻ പോകുകയാണ്. Jesus is real. യേശു വാസ്തവമാണ്. You know it and I know it. നിങ്ങൾക്കും എനിക്കും അതറിയാം. But there are people who don't know it. എന്നാൽ അത് അറിയാത്ത അനേകരുണ്ട്. And they are abiding in death. അവർ മരണത്തിൽ അധിവസിക്കുന്നു. So they need that life that we all have. നമുക്കുള്ളതായ ജീവൻ അവരും പ്രാപിക്കണം. The abundant life that is in Jesus Christ should enter into them. യേശുവിലുള്ള ജീവന്റെ സമൃദ്ധി അവരിൽ ഓരോരുത്തരിലേക്കും പ്രവേശിക്കണം. For that let us lift up our hands and from the depth of our heart for some time let us praise God. അതിനുവേണ്ടി നമ്മുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അല്പനേരം നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. You just heard in the testimony that the man had a family to look after, but he had only 80 rupees in his hand. നാം ആ സാക്ഷ്യം പറഞ്ഞ സഹോദരനിൽ നിന്ന് കേട്ടുവല്ലോ. തനിക്കൊരു കുടുംബത്തെ പുലർത്തേണ്ടതുണ്ടായിരുന്നു, എന്നാൽ തനിക്ക് 80 രൂപ മാത്രമാണ് കൈവശമുണ്ടായിരുന്നത്. He did not know how to pray. തനിക്ക് പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമെന്ന് അറിയില്ലായിരുന്നു. He just lifted up his hands and said, Lord, I have only 80 rupees. I have 3 girls and a boy and a wife. How am I going to look after them? താൻ തന്റെ കരം ഉയർത്തി ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞ്, കർത്താവേ, എന്റെ കയ്യിൽ 80 രൂപ മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഭാര്യയും 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉണ്ട്. ഞാൻ എപ്രകാരം അവരെ പരിപാലിക്കും? In front of him, when he opened his eyes, he saw a stack of notes on the floor. താൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ തന്റെ കയ്യിൽ ഒരു കെട്ട് നോട്ട് കാണുകയുണ്ടായി. That God of miracles can do a miracle for your life also. അത്ഭുതങ്ങളുടെ ആ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. You may have come here with certain needs. വന്നിരിക്കുന്നത് ആയിരിക്കാം. My God shall supply all your needs from the riches of His glory. എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നൽകി തരും. He is able to do exceeding abundantly above all that we ask or think according to the power that worketh in this place. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയാൽ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. Those who believe this, let us praise God. ഇത് വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. സ്തോത്രം 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 Praise you, Lord. സ്തോത്രം 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 Praise you, Lord. സ്തോത്രം 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 We praise you. സ്തോത്രം സ്തോത്രം Thank you, സ്തോത്രം. Lord. We Praise the thank you, Lord, Jesus. praise the Lord. സ്തോത്രം. When I look at my life from childhood, എന്റെ ചെറുപ്പകാലത്തിലുള്ള ജീവിതത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ, when I was born, I had asthma. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ആസ്മയുണ്ടായിരുന്നു. But Jesus healed me. എന്നാൽ യേശു എന്നെ സൗഖ്യമാക്കി. When I was about 4 or 5 years old, I got jaundice. എനിക്ക് 4 or 5 വയസ്സുണ്ടായപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. But Jesus healed me. എന്നാൽ യേശു എന്നെ സൗഖ്യമാക്കി. A couple of years later, my whole body was full of sores all over the body. 200-300 sores were there. ഒരു 2 വർഷത്തിന് ശേഷം എന്റെ ശരീരം മുഴുവൻ പരുക്കൾ ബാധിച്ച് ഏകദേശം 200-300 പരുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. But Jesus healed me. എന്നാൽ യേശു എന്നെ സൗഖ്യമാക്കി. After that, I had malaria. അതിനുശേഷം എനിക്ക് മലേറിയ ബാധിച്ചു. But Jesus healed me. എന്നാൽ യേശു എന്നെ സൗഖ്യമാക്കി. After that, I had a disease called mumps. എനിക്ക് മുണ്ടുനീർ എന്ന പേരുള്ള ഒരു അസുഖം ഉണ്ടായി. അതിനുശേഷം But Jesus healed me. എന്നാൽ യേശു എന്നെ സൗഖ്യമാക്കി. After that, I had a disease called arthritis. എനിക്ക് സന്ധിവാതം എന്നുള്ള രോഗം അതിനുശേഷം ഉണ്ടായി. But Jesus healed me. എന്നാൽ യേശു എന്നെ സൗഖ്യമാക്കി. So there is no disease that Jesus cannot heal. യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയാത്തതായി ഒരു രോഗവുമില്ല. When I say Jesus healed me, I mean He healed me without 1 drop of medicine. യേശു എന്നെ സൗഖ്യമാക്കി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് ഒരു തുള്ളി മരുന്ന് പോലും ഇല്ലാതെ അവൻ എന്നെ
സൗഖ്യമാക്കി എന്നാണ്. That healing Jesus is in our midst this evening. ആ സൗഖ്യമാക്കുന്ന യേശു ഈ സന്ധ്യാസമയം നമ്മുടെ മധ്യയുണ്ട്. If you have any sickness, come believing in the name of Jesus and you're going to be healed. നിങ്ങൾക്ക് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് കടന്നു വരിക, നിങ്ങൾ സൗഖ്യം പ്രാപിച്ച് മടങ്ങി Those who പോകും. believe in that power of Jesus, lift up your hands and praise him. യേശുവിന്റെ ആ ശക്തിയിൽ വിശ്വസിക്കുന്നവർ തങ്ങളുടെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. സ്തോത്രം, Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. Praise you, Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Thank you, Lord. Thank you, Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. സ്തോത്രം. Praise you, Lord. We praise you. 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 You know, there is a multiplicity of uses and blessings in the word of God. ദൈവവചനത്തിൽ അതിന്റെ അനുഗ്രഹത്തിന്റെ പലവിധമായ ബഹുവിധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. There is salvation in the word of God. ദൈവവചനത്തിൽ രക്ഷയുണ്ട്. There is consolation in the word of God. ദൈവവചനത്തിൽ ആശ്വാസമുണ്ട്. There is healing in the word of God. ദൈവവചനത്തിൽ നിമിത്തം സൗഖ്യമുണ്ട്. There is warning in the word of God. Warning. അതിൽ ദൈവവചനത്തിൽ മുന്നറിയിപ്പുണ്ട്. There is enlightenment in the word of God. ദൈവവചനത്തിൽ പ്രകാശനമുണ്ട്. So in different ways this evening the word of God should deal with us. ഈ വിവിധ വിധത്തിൽ ദൈവവചനം ഈ സന്ധ്യാസമയം നമ്മോട് ഇടപെടണം. For that let us praise God. അതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. Praise you, Lord. സ്തോത്രം, 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 സ്തോത്രം. We praise you, Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Jesus. സ്തോത്രം, 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 സ്തോത്രം. Thank you, Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. We praise you. For our meditation, shall we turn to 1 Thessalonians chapter 5? നമ്മുടെ ധ്യാനത്തിന് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം and read verses 23 and 24. 23 24 വാക്യങ്ങൾ വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. And the very God of peace sanctify you wholly. And I pray God, your whole spirit and soul and body be preserved blameless unto the coming of our Lord Jesus Christ. Faithful is he that calleth you, who also will do it. Praise the Lord. ദൈവത്തിന് സ്തോത്രം. God willing, these days we will study the word of God under a central theme, namely spirit, soul and body. നാം ഈ ദിവസങ്ങളിൽ ദൈവേഷ്ടമെങ്കിൽ നാം ദൈവവചനം ചിന്തിക്കുവാൻ പോകുന്നത് ദേഹവും ദേഹിയും ആത്മാവും എന്നുള്ള ആ വിഷയത്തെ വെച്ചായിരിക്കും. At the outset I would like to confess that there is a lot I do not know about this. ആദ്യം തന്നെ ഞാനൊരു ഏറ്റുപറച്ചിൽ നടത്തട്ടെ. ഇതിനെക്കുറിച്ച് എനിക്കും വളരെയധികം കാര്യങ്ങൾ അറിയത്തില്ലാത്തതുണ്ട്. But what things God has revealed to me I would like to share with you. എന്നാൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. As we just read now, man is a tripartite being. He has 3 parts in him. നാം ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ മനുഷ്യൻ അവനൊരു ത്രിത്വമുണ്ട്, അല്ലെങ്കിൽ 3 ആളത്വങ്ങൾ മനുഷ്യനുണ്ടെന്ന് കാണുവാൻ കഴിയും. In every human being there is a spirit, there is a soul and there is a body. ഓരോ മനുഷ്യനിലും ഒരു ആത്മാവും പ്രാണനും ദേഹവുമുണ്ട്. Now 2 of these, the spirit and the soul, belong to the invisible world. ഇതിന് 2 കാര്യങ്ങൾ, ആത്മാവും പ്രാണനും, അത് അദൃശ്യമായ ലോകത്തിലുള്ളതാണ്. The body belongs to this physical visible world. ഈ ദേഹം എന്ന് പറയുന്നത് അക്ഷരീകമായ ഈ കാണുവാൻ കഴിയുന്ന ലോകത്തിലുള്ളതും. So we human beings, all of us, we belong to 2 worlds at the same time, one an invisible world and the other a visible physical world. മനുഷ്യരായ നാം ഓരോരുത്തരും ഒരേ സമയം 2 ലോകത്തിനുള്ളവരാണ്. ഒന്ന് കാണുന്നതും ഒന്ന് കാണാത്തതുമായ ലോകം. The invisible world is the world where God and the devil, angels, fallen angels, the spirits of those who are dead, and your spirits and my spirits that belong to that world. അദൃശ്യമായ ലോകമെന്ന് പറയുമ്പോൾ ആ ലോകത്തിലാണ് ദൈവവും പിശാചും വീണുപോയ ദൂതന്മാരും അല്ലാത്ത ദൂതന്മാരും മരിച്ചുപോയുടെ ആത്മാക്കളും നമ്മളുടെ ആത്മാക്കൾ, നിങ്ങളുടെയും എല്ലാം ആത്മാക്കൾ ആ ലോകത്തിനുള്ളതാണ്. The physical world or the visible world is this world that our eyes can see. അക്ഷരീകമായ ആ ലോകമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. This physical world says seeing is believing. ഈ അക്ഷരീക ലോകം പറയുന്നത് കാണുന്നത് വിശ്വസിക്കാം.
In other words, if you can't see something, don't believe it. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് വിശ്വസിക്കരുത്. So if I tell you about heaven and hell and God and the devil and the soul of man and the spirit of man, the physical world, people who belong to this physical world will ask this question, have you seen it? അതുകൊണ്ട് ഞാൻ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചാല് ഈ ലോകത്തിലുള്ള മനുഷ്യർ ചോദിക്കും, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? But the word of God says, എന്നാൽ ദൈവവചനം പറയുന്നത്, the things that are seen are temporal and the things that are not seen are eternal. കാണുന്നത് അത് താൽക്കാലികമാണ്, എന്നാൽ കാണാത്തതോ അത് നിത്യമായതാണ്. Not only do invisible things which our eyes cannot see exist, they are eternal, and the things that are visible in this world are temporal. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അവ നിത്യമാണ്. അതുപോലെ നാം കാണുന്ന കാര്യങ്ങൾ അത് ക്ഷണികമാണ്. Read that in 2 Corinthians chapter 4 verse 18. 2 കൊരിന്ത്യർ 4:18 അത് കാണാം. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. While we look not at the things which are seen, but at the things which are not seen. For the things which are seen are temporal, but the things which are not seen are eternal. Now this message is coming from the invisible world to the visible world. ഈ ദൂത് വരുന്നത് അദൃശ്യമായ ലോകത്തിൽ നിന്ന് ദൃശ്യമായിരിക്കുന്ന ലോകത്തിലേക്കാണ്. They are telling us, the word of God is telling us, and God who is in that world is telling us, those things which are in that world, they are eternal, and these things which we live in, this world that we live in, they are only temporal, they will cease to exist one day. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ആ അദൃശ്യമായ ലോകത്തിലുള്ള ദൈവം നമ്മോട് പറയുന്നത് അവിടെയുള്ളതൊക്കെയും നിത്യമാണ്, എന്നാൽ ഇന്ന് നാം കാണുന്ന ഈ ദൃശ്യമായ ലോകത്തിലുള്ളതൊക്കെയും അത് താൽക്കാലികമാണ്. The second law of thermodynamics supports this. ഈ തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. What does it say? എന്താണ് അത് പറയുന്നത്? It says that the disorderliness of this whole universe will go on increasing and one day attain a maximum. ആ നിയമപ്രകാരം ഈ ലോകത്തിന്റെ ആ ക്രമരാഹിത്യം അല്ലെങ്കിൽ ക്രമമില്ലാത്ത അവസ്ഥ അത് വർദ്ധിച്ചു പോകും. ഒരു ദിവസം അതിന്റെ പൂർണ്ണത അല്ലെ ക്രമം കെട്ടുപോകുന്നതിന്റെ പൂർണ്ണത ഒരു ദിവസം എത്തും. So this law of physics says that everything in this visible universe is only going to get worse and worse, and one day this universe will cease to exist. ഊർജ്ജതന്ത്രത്തിലെ ഈ നിയമം പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അത് ഓരോ ദിവസവും അന്യദിവസം അത് മോശമായി പോകും, അത് ഒരു ദിവസം അവസാനിക്കുമെന്ന് തന്നെയാണ്. So this law supports one half of the verse that we just read. നാം ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ ഒരു ഭാഗത്തെ ഈ നിയമം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The other half says that invisible world is eternal, it will exist forever. ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം പറയുന്നത് കാണപ്പെടാത്ത ആ ലോകം അത് നിത്യമാണ് എന്നാണ്. Secondly, രണ്ടാമത്, in this physical world, ഈ അക്ഷരികമായ ഈ ലോകത്തിൽ the value of a person is based on how much he possesses. ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവൻ എത്രത്തോളം ആസ്തിയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. I once listened to an interview made by a man who was interviewing Michael Jackson, a popular pop singer. ഒരു പാട്ടുകാരനായ മൈക്കിൾ ജാക്സനെ ഒരു വ്യക്തി അഭിമുഖം ചെയ്യുന്നത് ഞാൻ കേൾക്കുവാനിടയായി. The interviewer asked him, how much are you worth? ആ അഭിമുഖം നടത്തുന്ന വ്യക്തി തന്നോട് ചോദിച്ചു, നിന്റെ വില എത്രയാണ്? That man, his answer was $1 billion, $100 crore. തന്റെ ഉത്തരം $1 billion അല്ലെങ്കിൽ $100 കോടി എന്നായിരുന്നു. In other words, he was telling how much he had. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തനിക്ക് എത്ര ആസ്തിയുണ്ട് എന്ന് താൻ പറയുകയായിരുന്നു. The question is how much are you worth, but the answer was how much he had. നിന്റെ വില എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ തന്റെ ആസ്തി എത്രയാണെന്ന് താൻ പറഞ്ഞു. So that's the world's calculation. How much we have is how much we are worth. അതാണ് ലോകത്തിന്റെ കണക്ക് കൂട്ടൽ. നമുക്ക് എത്ര ആസ്തിയുണ്ടോ അതാണ് നമ്മുടെ വില. But what does the Bible say? എന്നാൽ എന്താണ് ബൈബിൾ പറയുന്നത്? Read Luke chapter 12 in verse 15. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
And he said unto them, Take heed and beware of covetousness, for a man's life consisteth not in the abundance of the things which he possesseth. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. So this verse says, just because a man has a lot in his possessions, his life is not to be valued by that. ഈ വാക്യം വായിക്കുമ്പോൾ ഒരു മനുഷ്യന് വളരെ സമൃദ്ധി ഉണ്ടായാലും വസ്തുവകകൾ ഉണ്ടായാലും അത് അല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. So a man's life is not valued by his possessions. ഒരു മനുഷ്യന്റെ ജീവൻ അവന്റെ വസ്തുവക വെച്ചല്ല അളക്കുന്നത്. In fact, it's much more valuable than all his possessions put together. വാസ്തവത്തിൽ അവന്റെ എല്ലാ വസ്തുവകകളെക്കാളും വളരെയധികം വിലയുള്ളതാണത്. The Bible says, what does it profit a man if he gains the whole world and loses his own soul? ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ മുഴു ലോകവും നേടിയിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ്. That verse means that if you put the whole world on one side of a balance, on one pan, and put one man's soul on the other pan, the soul will weigh more than the whole world. അതായത് ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ ലോകത്തിലുള്ള മുഴുവൻ സമ്പാദ്യം, ലോകത്തിലുള്ള മുഴുവനും കാര്യങ്ങൾ കൂടി സമ്പാദ്യം കൂടി കൂട്ടിവെച്ചിട്ട് അതിന്റെ മറ്റേ തട്ടിൽ ഒരു മനുഷ്യന്റെ ഒരു ആത്മാവിനെ വെച്ച് തൂക്കിയാൽ അതായിരിക്കും കൂടുതൽ എന്നാണ്. That's the value of one man's soul that the Bible gives to a man. അതാണ് വേദപുസ്തകം ഒരു മനുഷ്യന്റെ ആത്മാവിന് നൽകുന്നതായ വില. This Bible that we are reading, നാം വായിക്കുന്നതായി വേദപുസ്തകം, we have to understand that the truth is contained here. നാം ഇതിൽ സത്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. I told you there are two worlds. One is an invisible world, the other is a visible world. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, രണ്ട് വിധത്തിലുള്ള ലോകമുണ്ട്, ഒന്ന് കാണുന്നതും ഒന്ന് കാണാത്തതും. The invisible world can look into the visible world. ആ അദൃശ്യമായ ലോകത്തിന് ഈ ദൃശ്യമായ ലോകത്തിലേക്ക് നോക്കുവാൻ കഴിയും. It's like a man sitting in a car with tinted glass. അത് ഒരു മനുഷ്യൻ കറുത്ത ഫിലിം ഒട്ടിച്ച ഗ്ലാസിനകത്തിരുന്ന് നോക്കുന്നത് പോലെയാണ്. He can see outside. തനിക്ക് പുറമേ ഉള്ളത് കാണാം. But those who are outside cannot see inside. എന്നാൽ പുറമേ ഉള്ളവർക്ക് അകമേ ഉള്ളത് കാണുവാൻ കഴിയും. It's the same between this invisible world and the visible world. അത് തന്നെയാണ് ഈ അദൃശ്യമായതും ദൃശ്യമായ ലോകവും തമ്മിലുള്ള കാര്യവും. The entire invisible world can see this visible world. ആ അദൃശ്യമായ ലോകത്തിന് ഈ ദൃശ്യമായ ലോകത്തെ മുഴുവൻ കാണുവാൻ കഴിയും. But this visible world, with our five senses, we cannot look into that world. ഈ ദൃശ്യമായ ലോകത്തിലുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് നമുക്ക് അദൃശ്യമായ ലോകത്തെ കാണുവാൻ കഴിയുകയില്ല. Just because we can't see everything, don't think it does not exist. നാം എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അതവിടെ ഇല്ല എന്ന് നാം ചിന്തിക്കരുത്. There is a Chinese proverb which goes like this. ചൈനീസിൽ ഇപ്രകാരം ഒരു പഴമൊഴിയുണ്ട്. If you want to know what water is like, വെള്ളം എങ്ങനെയാണ് എന്ന് നിനക്ക് അറിയണമെങ്കിൽ don't ask a fish. ഒരു മീനിനോടല്ല ചോദിക്കേണ്ടത്. That sounds surprising, isn't it? അത് ആശ്ചര്യപ്പെടുത്തുന്നതാണല്ലേ? It says, if you want to know what water is like, don't ask a fish. വെള്ളം എങ്ങനെയാണ് എന്നുള്ളത് നിനക്ക് അറിയണമെങ്കിൽ നീ ഒരു മീനിനോടല്ല ചോദിക്കേണ്ടത്. But naturally we would ask a fish because the fish is living in water all the time. എന്നാൽ സ്വാഭാവികമായ ഒരു മത്സ്യത്തോടാണ് ചോദിക്കുക, കാരണം അതാണല്ലോ എപ്പോഴും വെള്ളത്തിൽ കഴിയുന്നത്. What is the meaning of that proverb? എന്താണ് ആ പഴമൊഴിയുടെ അർത്ഥം? The meaning is the fish knows water and only water, nothing else. അതിന്റെ അർത്ഥം ആ മത്സ്യത്തിന് വെള്ളത്തെ അറിയാം, വെള്ളത്തെ മാത്രമേ അറിയുകയുള്ളൂ, മറ്റൊന്നും അറിയില്ല. But if you can go and ask someone else who knows water and knows what is outside water, he can give a better description than a fish. എന്നാൽ മറ്റൊരു വ്യക്തിക്ക് വെള്ളം എന്താണെന്ന് അറിയാവുന്നതും വെള്ളത്തിന് പുറത്ത് എന്താണുള്ളത് എന്നറിയാവുന്നതുമായ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ വെള്ളം എന്താണ് എന്ന് നല്ലൊരു വ്യാഖ്യാനം നൽകുവാൻ തനിക്ക് കഴിയും. So if you can go and ask a man who is inside and outside, he will do better. അകത്തും പുറത്തുമുള്ള ഒരു മനുഷ്യനോട് നാം പോയി ചോദിക്കുകയാണെങ്കിൽ തനിക്ക് കൂടുതൽ വ്യക്തമായി പറയുവാൻ കഴിയും. In the same way, അതേപോലെ തന്നെ those who are in the invisible world have a better understanding about the visible world in which we are living in. അദൃശ്യമായ ലോകത്തിലുള്ള അവർക്ക് ദൃശ്യമായ ഈ ലോകത്തിൽ വസിക്കുന്ന നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ഗ്രാഹ്യമുണ്ട്. And the Bible that we hold in our hands has come from there to here. നാം നമ്മുടെ കരങ്ങളിൽ എടുത്ത് നടക്കുന്ന ഈ വേദപുസ്തകം അവിടെ നിന്ന് ഇവിടേക്ക് അയച്ചതാണ്. It is this Bible that tells us that this visible world is only for a short time.
Our life is only for a short time, and that invisible world is forever. ഈ വേദപുസ്തകമാണ് നമ്മെ ഓർപ്പിക്കുന്നത് ഈ ജീവിതം താൽക്കാലികമാണ്, ഈ കാണുന്ന ലോകം താൽക്കാലികമാണ്, എന്നാൽ കാണപ്പെടാത്തത് അത് നിത്യമാണ്. So the Bible is giving us a better view than our own understanding of things. നമ്മുടെ തന്നെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവിനേക്കാൾ കൂടുതലായി വേദപുസ്തകം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. Now I want to present to you a modern parable. ഒരു പുതിയ ഒരു ഉപമ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. Jesus mentioned many parables in his lifetime. യേശു തന്റെ ജീവിതത്തില് പല ഉപമകൾ പറയുകയുണ്ടായി. I'm going to use a modern parable. ഒരു പുതിയ ഒരു ഉപമ പറയാം. Consider a man who's taking a long journey. ഒരു ദീർഘയാത്ര ചെയ്യുന്നതായ ഒരു മനുഷ്യനെ ചിന്തിക്കുക. He's got a big, very costly treasure in his hands. തന്റെ കയ്യിൽ വളരെ വിലപിടിപ്പുള്ളതായ ഒരു നിക്ഷേപം തന്റെ കയ്യിലുണ്ട്. He has to travel many days. He has to cross land and sea, get across countries and deliver it to its owner. തനിക്ക് പല രാജ്യങ്ങൾ കടന്ന്, കടലുകൾ കടന്ന്, ദേശങ്ങൾ കടന്നു പോയിട്ട് വേണം അതിന്റെ ഉടമസ്ഥന് ആ നിക്ഷേപം കൊണ്ടുപോയി കൊടുക്കുവാൻ. But as he sets on his journey, എന്നാൽ തന്റെ യാത്ര താൻ ആരംഭിക്കുമ്പോൾ there are dacoits or thieves who know that he has precious treasure in his hands and want to steal it. തന്റെ കയ്യിൽ വിലയേറിയ നിക്ഷേപമുണ്ട് എന്ന് അറിയുന്ന കള്ളന്മാരുണ്ട്, അവർ അത് മോഷ്ടിക്കുവാനും ആഗ്രഹിക്കുന്നു. But at the same time, the owner knows that there are thieves trying to steal this treasure, and he provides the needed security, or say black cat commandos, to keep this man secure. എന്നാൽ അതിന്റെ യജമാനന് ഇത് മോഷ്ടിക്കുവാൻ കള്ളന്മാരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായ സുരക്ഷിതത്വം, അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് കരിമ്പൂച്ചകളെ കൊണ്ട് തനിക്ക് സുരക്ഷിതത്വം നൽകുന്നു. The owner who has to receive this treasure after many days has his own network of intelligence people who are spying on these enemies, knowing their whereabouts, finding out their plans and warning that man who's bringing the treasure to keep away from them. ആ വലിയ നിക്ഷേപത്തിന്റെ ഉടമസ്ഥനായ വ്യക്തിക്ക് ഈ മനുഷ്യൻ ഇത് കൊണ്ടുവരുമ്പോൾ തനിക്ക് നേരിടാൻ സാധ്യതയുള്ള എല്ലാ പ്രതികൂലങ്ങളെ കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്ന ഒരു രഹസ്യാന്വേഷണ ശൃംഖലയുണ്ട്. അത് തനിക്ക് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കും. So every now and then that man who has the treasure in his hands is being informed about the plans of the thieves and how they are going to try to steal it, and the owner keeps informing him how to move away from certain places, how to stay in hiding, and how to keep the treasure. കയ്യിൽ ഈ വലിയ നിക്ഷേപമുള്ള മനുഷ്യനോട് ശത്രുക്കളുടെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എപ്രകാരം ഒളിച്ചിരിക്കണം, മറഞ്ഞിരിക്കണമെന്നും ഏതൊക്കെ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും എന്നുള്ള കാര്യമൊക്കെ അതിന്റെ ഉടമസ്ഥൻ ആ നിക്ഷേപമുള്ള മനുഷ്യനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. You can imagine how carefully that man has to live. ആ മനുഷ്യൻ എത്ര ശ്രദ്ധയോടെ ജീവിക്കണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. Even if he's traveling in a train, താൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, when he moves in public, താൻ പൊതുവിൽ യാത്ര ചെയ്യുമ്പോൾ, പൊതുവിൽ കടന്നു പോകുമ്പോൾ, just imagine you have that treasure in your hand. Imagine you're the man. ആ മനുഷ്യൻ നിങ്ങളാണ്, നിങ്ങളുടെ കയ്യിലാണ് ആ നിക്ഷേപമുള്ളത് എന്നൊന്ന് ചിന്തിക്കുക. And you're traveling by bus. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. Even if you go to sleep, നിങ്ങൾ ഉറങ്ങുവാൻ പോയാലും you'll have at least one finger on that, isn't it? നിങ്ങളുടെ ഒരു വിരലെങ്കിലും അതിന്റെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കും, അല്ലേ? One slight movement and you'll have to wake up. Who's taking it? അതിനൊരു ചെറിയ അനക്കം ഉണ്ടായാൽ പോലും നിങ്ങൾ എഴുന്നേൽക്കണം. ആരാണത് എടുക്കുന്നത്? Every now and then you'll be watching the bag. It's still there or not? ഓരോ നിമിഷവും ആ ബാഗ് നോക്കിക്കൊണ്ടിരിക്കും, അത് അവിടെ ഉണ്ടോ. So he has to be vigilant and he has to be very responsible. താൻ വളരെ ഉത്തരവാദിത്തമുള്ളവനായി, ശ്രദ്ധയുള്ളവനായി കാണപ്പെടണം. He can't live carelessly. He has to be always careful about that, watchful about that bag that contains the treasure. തനിക്ക് അശ്രദ്ധയോടെ ജീവിക്കുവാൻ കഴിയുകയില്ല. ആ നിക്ഷേപമുള്ള, ആ നിധിയുള്ള ആ ബാഗിനെ കുറിച്ച് എപ്പോഴും താൻ ശ്രദ്ധയുള്ളവനായിരിക്കണം. Now I said, suppose you are the man. ഞാൻ പറഞ്ഞല്ലോ, ആ വ്യക്തി നിങ്ങളാണെങ്കിൽ. It's not suppose you are the man, you are the man. ആ മനുഷ്യൻ നിങ്ങളാണെങ്കിൽ എന്നല്ല, നിങ്ങളാണ് ആ വ്യക്തി. Why? എന്തുകൊണ്ട്? That journey that man is taking is our life. ആ മനുഷ്യൻ പുറപ്പെടുന്ന, കടന്നു പോകുന്ന യാത്ര നമ്മുടെ ജീവിതമാണ്. And the treasure that we are carrying
is our soul and spirit, or the inner man that is invisible within us. നാം കൊണ്ടുപോകുന്ന ആ നിക്ഷേപം, ആ നിധി എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യനാണ്. Remember, I told you the things which the Bible says, the things which are not seen, they are eternal. വേദപുസ്തകം പറയുന്നത് കാണപ്പെടാത്തത് നിത്യമെന്നാണ്. And your soul is more valuable than the whole world, the treasure, the value of the whole world. നിങ്ങളുടെ ആത്മാവിന്റെ വില എന്നുള്ളത് മുഴു ലോകത്തിലുള്ള എല്ലാ നിക്ഷേപങ്ങളെക്കാളും വിലയേറിയതാണ്. So right now you are carrying a very precious treasure with you in your journey of life. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു വലിയ നിധി, ഒരു നിക്ഷേപം നിങ്ങൾ കൊണ്ടുപോകുകയാണ്. The owner of that inner man, the soul and the spirit put together, is God himself. ആ ആത്മീക മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ആത്മാവും പ്രാണനും കൂടെ ഒന്നിച്ചു ചേരുന്ന ആത്മീക മനുഷ്യന്റെ ഉടമസ്ഥൻ എന്നുള്ളത് ദൈവമാണ്. If you read from Genesis chapter 2 and verse 7, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. And the Lord God formed man of the dust of the ground and breathed into his nostrils the breath of life, and man became a living soul. So God breathed into man's nostrils the breath of life, and man became a living soul. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി So തീർന്നു. the soul of man is the breath of God. മനുഷ്യന്റെ ആത്മാവ് എന്നുള്ളത് ദൈവത്തിന്റെ ശ്വാസമാണ്. That's why God is the owner of our soul. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ആത്മാവിന്റെ ഉടമസ്ഥനാകുന്നത്. And since it's more valuable than the whole world, at the end of our life, our soul has to be submitted or presented before its owner. അത് മുഴു ലോകത്തേക്കാൾ വിലയേറിയതാകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതയാത്രയുടെ അവസാനത്തിൽ ആ ആത്മാവിന്റെ യജമാനനാകുന്ന ദൈവത്തിന് നാം അത് കൊണ്ടുപോയി സമർപ്പിക്കണം. At the same time, അതേസമയം തന്നെ there are evil forces that know the value of our soul and want to steal it. നമ്മുടെ ആത്മാവിന്റെ വില അറിയുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ അത് തട്ടിയെടുക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. And there are good powers called angels who have been provided by God to protect us in our journey of life, to try to prevent that soul from being stolen. നമ്മുടെ ആ നിധി, ആ നിക്ഷേപം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടതിന് ദൂതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആ നല്ല ശക്തികളെ ദൈവം നമ്മോട് കൂടെ തന്നിട്ടുണ്ട്. And just like in the parable, the owner is monitoring the movements of the man so that he might arrive safely. ഈ ഉപമയിൽ നാം കേട്ടതുപോലെ ഈ മനുഷ്യന്റെ ഓരോ ചലനങ്ങളും താൻ സുരക്ഷിതമായി എത്തിച്ചേരേണ്ടതിനായി യജമാനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ, God, having loved your soul, has arranged these meetings to tell you how about your journey of life and to guide you safely. നിങ്ങളെ സ്നേഹിക്കുന്നതായ നിങ്ങളുടെ ദൈവം നിങ്ങളെ സുരക്ഷിതമായി ഈ യാത്ര തുടരുവാൻ സഹായിക്കേണ്ടതിന് ഇപ്രകാരമുള്ള കൂട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു. One thing we must all realize: നാം എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. we are not a body with a soul inside, we are a soul with a body outside. നാം എല്ലാവരും ആത്മാവ് അകത്തുള്ള ഒരു ശരീരമല്ല, ശരീരം പുറത്തുള്ള ഒരു ആത്മാവാണ്. In other words, we are basically souls. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അടിസ്ഥാനപരമായി നാം ആത്മാക്കളാണ്. Just like when you are wrap a gift with a wrapping paper, ഒരു സമ്മാന പൊതി അതിന്റെ പേപ്പർ കൊണ്ട് പൊതിയുന്നത് പോലെ, what is inside is important, what is outside is only a wrapper. അതിന്റെ അകത്തുള്ളതാണ് അതിന് പ്രാധാന്യമുള്ളത്, പുറമേ ഉള്ളത് അതിന്റെ കവർ മാത്രമാണ്. In the same way, this body only wraps what is most important and eternal, that is within. അതേപോലെ തന്നെ നിത്യമായത് വിലയേറിയ ആ കാര്യത്തെ ഈ ശരീരം പുറമെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. When someone new comes to church, ആരെങ്കിലും പുതുതായി ഒരു സഭയിലേക്ക് വരുമ്പോൾ we don't say a new body has come, we say a new soul has come. ഒരു പുതിയ ദേഹം വന്നെന്ന് നമ്മൾ പറയുകയില്ല, പുതിയ ആത്മാവ് വന്നെന്ന് പറയും. So basically we human beings are souls. അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാം ആത്മാക്കളാണ്. So it is what is inside that is what we are, and that is what is most important. എന്താണ് നമ്മുടെ ഉള്ളിലായിരിക്കുന്നത് അതാണ് നാം, അതാണ് പ്രാധാന്യമേറിയതും. So this adversary, the devil, the thief, he wants to steal what is inside. ഈ ശത്രുവാകുന്ന പിശാചാകുന്ന ആ മോഷ്ടാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അവൻ മോഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. So he knows the value of our soul. നമ്മുടെ ആത്മാവിന്റെ വില അവന് നന്നായി അറിയാം. Because we don't see the soul with our eyes, sometimes we don't realize how valuable it is. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ആത്മാവിനെ കാണുവാൻ കഴിയാത്തത് കൊണ്ട് അതെത്ര വിലയേറിയതെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. And that's why we live carelessly sometimes. അതുകൊണ്ടാണ് പലപ്പോഴും നാം അശ്രദ്ധയോടെ ജീവിക്കുന്നത്.
ചെയ്യുന്നത്. Now if you turn to John chapter 10 and verse 10, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ you read that the devil is called a thief there. അവിടെ പിശാചിനെ കള്ളൻ എന്ന് വിളിച്ചിരിക്കുന്നു. Read that verse please. ആ വാക്യം വായിക്കും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. The thief cometh not but for to steal and to kill and to destroy. I am come that they might have life and that they might have it more abundantly. In this chapter Jesus calls himself the good shepherd. ഈ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യേശു തന്നെ നല്ല ഇടയൻ എന്ന് വിളിക്കുന്നു. And he says, I have come to protect my sheep, but there is a thief who wants to steal these sheep and to kill and to destroy them. യേശു പറയുകയാണ്, ഞാൻ എന്റെ ആടുകളെ സൂക്ഷിക്കുവാൻ വന്നിരിക്കുന്നു, എന്നാൽ അവയെ മോഷ്ടിച്ച് അവയെ അറുത്ത് കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശത്രുവുണ്ട്. So how does this devil try to steal our souls? എപ്രകാരമാണ് ഈ പിശാച് നമ്മളുടെ ആത്മാവിനെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത്? Just like a man grabs away a jewelry, this thief doesn't do that. ഒരു മനുഷ്യൻ ഏതെങ്കിലും ആഭരണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഈ ശത്രു ചെയ്യുന്നില്ല. Last week, or rather a couple of weeks ago, a man was working as a cook in a house. He added sedatives to the food and put everyone to sleep in the house, broke open a cupboard and took 65 lakhs worth of jewelry and fled to his hometown in North India. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ പാചകക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്ത് ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഉറക്കി കിടത്തി അവിടെയുള്ള അലമാര പൊളിച്ച് അതിനകത്തുണ്ടായിരുന്ന 65 ലക്ഷം രൂപയും ആഭരണങ്ങളും എടുത്തുകൊണ്ട് താൻ വടക്കേന്ത്യയിലേക്ക് ഓടിപ്പോയി. Now, but they recovered it and they got the thief also. എന്നാൽ തന്നെ പിടിക്കുകയും അതെല്ലാം തിരികെ വീണ്ടുകൊള്ളുകയും ചെയ്തു. This devil doesn't do that. ഈ പിശാചാകുന്ന കള്ളൻ അങ്ങനെ ചെയ്യുന്നില്ല. He steals the soul by allowing it to remain inside. താൻ ആ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുവാൻ അനുവദിച്ചുകൊണ്ടാണ് അതിനെ മോഷ്ടിക്കുന്നത്. So we can have a soul that is inside us and yet it can be stolen. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് ആയിരിക്കുമ്പോൾ തന്നെ അത് മോഷ്ടിക്കപ്പെട്ടു പോയ ഒരു അവസ്ഥയിലായിരിക്കാം. So maybe right now while we are sitting here, we might be sitting here with souls that are stolen away by the thief. ഒരുപക്ഷെ ഇപ്പോൾ നമ്മിൽ പലരും ഇവിടെ ആയിരിക്കുന്നത് പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയ ആത്മാക്കളുമായിട്ടായിരിക്കാം. It may be in our hands, it may be right here, but it may be stolen by the devil. ഒരുപക്ഷെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കാം, എങ്കിലും അത് പിശാചിനാൽ മോഷ്ടിക്കപ്പെട്ടിരിക്കാം. How does the devil steal the soul? എങ്ങനെയാണ് പിശാച് ആത്മാവിനെ മോഷ്ടിക്കുന്നത്? I want to present 3 ways in which he does this. പിശാച് അത് ചെയ്യുന്നതായ 3 വഴികളെ കുറിച്ച് ഞാൻ പറയാം. First of all, ഒന്നാമതായി he tries to divert the soul through pleasures and entertainments. ഇമ്പങ്ങളും സന്തോഷങ്ങളിലും മുഖാന്തരമായി ആത്മാവിനെ വ്യതിചലിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. We just read a verse which says that our soul came from God. It's the breath of God. നാം ഇപ്പോൾ ഒരു വാക്യം വായിച്ചുവല്ലോ, നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നു, അത് ദൈവത്തിന്റെ ശ്വാസമാകുന്നു എന്ന്. And at the end of man's journey of life, he has to present this soul back to God. ഒരു മനുഷ്യന്റെ ജീവിതയാത്രയുടെ അവസാനം ഈ ആത്മാവ് അവൻ ദൈവത്തിന് തിരികെ സമർപ്പിക്കണം. In the Bible there was a man called Samson. വേദപുസ്തകത്തിൽ ശിംശോൻ എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. He tried to trap him inside a city. അവരെ തന്നെ ഒരു പട്ടണത്തിനകത്ത് ബന്ധിക്കുവാൻ ശ്രമിച്ചു. So they locked him inside. തന്നെ പട്ടണത്തിനുള്ളിൽ ബന്ധിച്ചു. But when the Spirit of God came upon him, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ വന്നപ്പോൾ he in the middle of the night he went out, he saw the gates locked. താൻ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതിന്റെ വാതിലുകളൊക്കെ അടച്ചിരിക്കുന്നത് കണ്ടു. So he carried the gate. താൻ അതുകൊണ്ട് അതിന്റെ വാതിൽ പൊളിച്ചെടുത്തു. And with the pillars, അതിന്റെ തൂണുകളോടുകൂടി താൻ പൊളിച്ചെടുത്തു. Carried it to the top of a mountain. അത് ചുമന്ന് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി. So sometimes we think, how can that be? That's not possible. It's not fiction. ചിലപ്പോൾ നാം ചിന്തിക്കും അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്നാൽ ഇതൊരു സാങ്കല്പിക കഥയല്ല. God willing, on Saturday you will hear the testimony of a man who was a magician who had powers to do this. ദൈവം അനുവദിക്കുന്നെങ്കിൽ ശനിയാഴ്ച ഇപ്രകാരം ചെയ്യുവാൻ കഴിവുണ്ടായിരുന്ന ഒരു മന്ത്രവാദിയുടെ സാക്ഷ്യം കേൾക്കാം. So
it is possible. Demons can do it. God also can do it. അത് പിശാചിനും അങ്ങനെ ചെയ്യുവാൻ കഴിയും, ദൈവത്തിനും അങ്ങനെ ചെയ്യുവാൻ കഴിയും. So just like he took the gate and the pillars and everything and dragged it away with him. ശിംശോൻ അന്ന് അർദ്ധരാത്രിയിലെ കതകും കട്ടളക്കാൽ രണ്ടും ഓടാമ്പലും പറിച്ചെടുത്തുകൊണ്ട് പോയതുപോലെ the soul is very powerful. ആത്മാവിന് വളരെ ശക്തിയുണ്ട്. It has what is called a longing for God. ആ ആത്മാവിന് ദൈവത്തോടുള്ള ഒരു വാഞ്ഛയുണ്ട്. It is basically made so that because it came from God, it is emotionally attached to God. അത് ദൈവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് വികാരപരമായി അത് ദൈവത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. It is so powerful that it can drag the body and the spirit and other souls and other people with it towards God. അതിന്റെ ശക്തി വളരെ അധികമാണ്. അതുകൊണ്ട് അതിന് ശരീരത്തെയും മറ്റാത്മാക്കളെയും മറ്റ് മനുഷ്യരെയും എല്ലാം ദൈവത്തിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ കഴിയും. Wherever it goes, it will tell others about God and says, join me in my journey towards God. എവിടെയെല്ലാം അത് പോയാലും ദൈവത്തെ കുറിച്ച് പറഞ്ഞ് ദൈവത്തിലേക്കുള്ള എന്റെ യാത്രയിൽ പങ്കുചേരുക എന്ന് ആവശ്യപ്പെടും. But when the enemy comes to steal that soul, എന്നാൽ ശത്രു ഈ ആത്മാവിനെ മോഷ്ടിക്കുവാൻ കടന്നു വരുമ്പോൾ he will present other entertainments and pleasures to divert the emotions of the soul to the wrong things. ഈ ആത്മാവിന്റെ ദൈവത്തോടുള്ള വികാരപരമായ അടുപ്പം മാറ്റേണ്ടതിന് മറ്റു പലവിധത്തിലുള്ള ഇമ്പങ്ങളും വിനോദങ്ങളും ഇതിന്റെ മുമ്പാകെ കൊണ്ടുവന്നു വയ്ക്കും. So the soul that is supposed to be longing after God gets diverted to things that are of no value. ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതാകുന്ന ആ ആത്മാവ് അത് നിമിത്തമായി യാതൊരു വിലയുമില്ലാത്ത വസ്തുക്കളുടെ പിന്നാലെ ആകർഷിക്കപ്പെടുന്നു. So when the soul gets diverted, instead of going towards God, if it goes anywhere else, that's called the death of the soul. ദൈവത്തിങ്കിലേക്ക് പോകുന്നതിന് പകരം എന്തിലേക്കെങ്കിലും ആത്മാവ് ആകർഷിക്കപ്പെടുമ്പോഴാണ് അതാണ് ആത്മീക മരണം അല്ലെ ആത്മാവിന്റെ മരണം എന്ന് പറയുന്നത്. Now you consider this man in the parable who's taking this treasure to deliver it to its owner. ഈ ഉപമയിൽ പറഞ്ഞതായ ആ നിക്ഷേപം യജമാനന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യനെ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. He has been told about the treasure. ആ നിധിയെ കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുണ്ട്. He has been told about the enemies who want that treasure. ആ നിധി മോഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളെ കുറിച്ചും തന്നോട് പറഞ്ഞിട്ടുണ്ട്. Do you think he will have the time to go and sit and watch a movie in part of his journey? തന്റെ യാത്രയുടെ മധ്യേ തനിക്ക് പോയി എവിടെയെങ്കിലും ഇരുന്ന് ഒരു സിനിമ കാണുവാനുള്ള സമയം ലഭിക്കും എന്ന് നിങ്ങൾ കരുതുന്നുവോ? I am so tired of walking. I want some relaxation. Let me go and watch a movie. ഞാൻ ഒത്തിരി നടന്ന് മടുത്തു, അതുകൊണ്ട് ഞാൻ അല്പസമയം പോയിരുന്ന ഒരു സിനിമ കണ്ട് സന്തോഷിക്കട്ടെ. You think he can watch that movie peacefully? നിങ്ങൾ കരുതുന്നുവോ സമാധാനത്തോടെ അവനിരുന്ന് ആ സിനിമ കാണുവാൻ കഴിയുമോ? He can watch the movie peacefully if he forgets the treasure for some time. ആ നിധിയെ കുറിച്ച് അല്പസമയം അവൻ മറന്നു കളയുന്നെങ്കിൽ സമാധാനത്തോടെ ഇരുന്ന് സിനിമ കാണാം. But if he is a responsible person living carefully, realizing that he has to hand that treasure over to its owner, he can't watch that movie. ആ നിധി യജമാനന്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം എന്നുള്ള ബോധത്തോടുകൂടി ഉത്തരവാദിത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ തനിക്ക് അങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് സിനിമ കാണുവാൻ കഴിയുകയില്ല. At the end of our life, we have to present our soul to its maker, to its owner, to its lover, that is God himself. നമ്മുടെ ജീവിതയാത്രയുടെ അവസാനം ദൈവം തന്നെയാകുന്ന നമ്മുടെ ആത്മാവിന്റെ ഉടയവന്, അതിന്റെ യജമാനൻ, അതിനെ സ്നേഹിക്കുന്നവന് നാം ഈ ആത്മാവിനെ കൊണ്ടുപോയി സമർപ്പിക്കണം. If you turn to Hebrews chapter 12, ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ you read of certain diversions there. അവിടെ ചില വ്യതിചലനങ്ങളെ കുറിച്ചൊക്കെ കാണുവാൻ കഴിയുന്നു. Read verses 1 and 2. 1-2 വാക്യങ്ങൾ വായിക്കും. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം. Wherefore, seeing we also are compassed about with so great a cloud of witnesses, let us lay aside every weight and the sin which doth so easily beset us, and let us run with patience the race that is set before us, looking unto Jesus, the author and finisher of our faith. Enough. Here we read of a race. ഇവിടെ ഒരു ഓട്ടത്തെ കുറിച്ച് നാം കാണുന്നു. Now the writer of this epistle, namely St. Paul, ഈ ലേഖനകർത്താവാകുന്ന പൗലോസ് അപ്പോസ്തലൻ was a man acquainted with Greek philosophy and Greek mythology. ഗ്രീക്ക് തത്വജ്ഞാനവുമായി വളരെയധികം ബന്ധപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. And Greek stories also. അങ്ങനെയുള്ള ഗ്രീക്ക് കഥകളും തനിക്ക് അറിയാമായിരുന്നു. There is a Greek story like this. ഗ്രീക്കിൽ ഇപ്രകാരം ഒരു കഥയുണ്ട്. There was a young princess. ഒരു
ഒരു ചെറുപ്പക്കാരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. And when her father, the king, was looking for a bridegroom for her, ആ രാജകുമാരിക്ക് വേണ്ടി അവളുടെ അപ്പനായിരുന്ന രാജാവ് ഒരു മണവാളനെ അന്വേഷിച്ചിരുന്നു. she was very fast in running. തനിക്ക് ഓട്ടം ഓടുന്നത് അതിവേഗതയുണ്ടായിരുന്നു. So the father, the king, said, the man who overtakes her in a running race will be her husband. പിതാവ് രാജാവ് ഇപ്രകാരമാണ് പറഞ്ഞത്, ഒരു ഓട്ട മത്സരത്തിൽ ഈ പെൺകുട്ടിയെ തോൽപ്പിക്കുന്ന ആൾക്ക് അവളുടെ ഭർത്താവാകുവാൻ കഴിയും. So many men tried to marry her by competing with her, but no one could overtake her. She was first all the time. അനേക പുരുഷന്മാർ വന്ന് ഓട്ടത്തിൽ ഓടി മത്സരിച്ച് ഇവളെ തോൽപ്പിച്ച് ഇവളുടെ ഭർത്താവാകുവാൻ ശ്രമിച്ചെങ്കിലും ആർക്കും കഴിഞ്ഞില്ല, ഇവളാണ് ജയിച്ചത്. But there was one man, എന്നാൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, he found out a secret. താൻ ഒരു രഹസ്യം കണ്ടുപിടിച്ചു. He found out that she had a great love for gold. തനിക്ക് സ്വർണത്തോട് ഒരു വലിയ ആഗ്രഹം, അഭിനിവേശമുണ്ടെന്ന് താൻ കണ്ടുപിടിച്ചു. So he said, I'm going to run with her. താൻ പറഞ്ഞു, ഞാൻ അവളോട് കൂടെ ഓടുവാൻ പോകുന്നു. So when the race started, ആ ഓട്ട മത്സരം തുടങ്ങിയപ്പോൾ immediately she was on the lead. She overtook him. പെട്ടെന്ന് അവൾ മുമ്പിൽ കയറി ഓടുവാൻ തുടങ്ങി. So when she was overtaking him, താന് ആ സ്ത്രീ ഇവന്റെ മുമ്പിൽ കടന്ന് ഓടിപ്പോകുമ്പോൾ he took out a golden apple from his pocket and rolled it in front of her. താന് തന്റെ പോക്കറ്റിൽ നിന്ന് സ്വർണം കൊണ്ടുള്ള ഒരു ആപ്പിൾ എടുത്ത് അവളുടെ മുമ്പിലേക്ക് ഉരുട്ടി കൊടുത്തു. The moment she saw that gold, her speed stopped. താൻ ആ സ്വർണം കണ്ട ഉടനെ അവളുടെ വേഗത കുറഞ്ഞു. Immediately he overtook her. പെട്ടെന്ന് ഇവൻ തന്നെ അവളുടെ മുമ്പിൽ കടന്നു. Then she grabbed that apple and started running again and overtook him. അവള് ആ സ്വർണത്തിന്റെ ആപ്പിൾ എടുത്തിട്ട് കയ്യിൽ പിടിച്ച് വീണ്ടും ഓടുവാൻ തുടങ്ങി. Then he took a second golden apple and rolled it in front of her. താൻ രണ്ടാമതൊരു സ്വർണത്തിന്റെ ആപ്പിൾ എടുത്ത് അവളുടെ മുമ്പിൽ ഉരുട്ടി കൊടുത്തു. Like this, rolling 3 golden apples in front of her, one after the other, he overtook her and finished and married her. ഇങ്ങനെ 3 ആപ്പിളുകൾ ഇവളുടെ മുമ്പാകെ ഉരുട്ടി കൊടുത്തിട്ട് അവളുടെ മുമ്പിൽ കയറി ഓടി താൻ അവളെ വിവാഹം കഴിച്ചു. Some Bible scholars say that St. Paul knew this story because he was brought up in a Greek atmosphere. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഒരു ഗ്രീക്ക് അന്തരീക്ഷത്തിൽ വളർന്നു വന്നതുകൊണ്ട് തനിക്ക് ഈ കഥ അറിയുമായിരുന്നു എന്നാണ്. So he was thinking of those golden apples when he was speaking about the sin which doth so easily beset us. ഇവിടെ മുറുകെ പറ്റുന്ന പാപത്തെ കുറിച്ച് താൻ പറയുമ്പോൾ ആ സ്വർണ്ണ ആപ്പിളിനെ കുറിച്ചാണ് താൻ ഓർക്കുന്നത്. So don't look at the golden apples which are trying to divert you. Look unto Jesus and run your race. നിങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സ്വർണം കൊണ്ടുള്ള ആപ്പിളുകളെ നോക്കാതെ യേശുവിനെ നോക്കുക. The devil knows how to tempt a man out of God's way. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ഒരു മനുഷ്യനെ പ്രലോഭിപ്പിച്ച് എപ്രകാരം പുറത്തു കൊണ്ടുവരണമെന്ന് പിശാചിന് അറിയാം. And this is precisely what he is busy about in the whole world today. ഈ മുഴു ലോകത്തിലും പിശാച് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. If you turn to Revelation chapter 12, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ and read verse 9. 9-ാം വാക്യം വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. And the great dragon was cast out, that old serpent called the devil and Satan, which deceiveth the whole world. Which deceiveth the whole world. It's in present tense. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാച് എന്നവിടെ എഴുതിയിരിക്കുന്നു. So that's his business. That's what he's engaged in today. Day and night he is deceiving the whole world. അതാണ് അവന്റെ ജോലി. രാവും പകലും അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നു, വഞ്ചിക്കുന്നു. He is diverting, distracting every human being away from God so that man may not realize the purpose of his life. ഒരു മനുഷ്യനും അവന്റെ ജീവിതത്തിലുള്ള ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇരിക്കേണ്ടതിന് എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധ ദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. So there are thousands and thousands of entertainments that are keeping people engaged so that they might forget that they have a great precious treasure inside them and that the devil might steal it away without their knowing it. ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ വളരെ വിലമതിക്കുവാനാവാത്ത ഒരു നിധിയുണ്ട്, ഒരു നിക്ഷേപമുണ്ട് എന്ന് അവർ മനസ്സിലാക്കാതെ ഇരിക്കേണ്ടതിന് പല വിധത്തിലുള്ള വിനോദങ്ങൾ അവൻ അവരുടെ മുമ്പാകെ കൊണ്ടുവന്നു വെച്ച് അവർ ആ നിക്ഷേപത്തെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. Today so many people not realizing how valuable their treasure is
their soul is, they are wasting away their lives. ഇന്ന് അനേകർ അവരുടെ ആത്മാവ് ആ നിക്ഷേപത്തിന്റെ വില മനസ്സിലാക്കുവാൻ കഴിയാതെ അവരുടെ ജീവിതത്തെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. Young brother, young sister, if you are fighting in your homes to enjoy certain pleasures, remember those pleasures are not there by accidents. They are placed there by your enemy to grab your soul away. പ്രിയ യൗവനക്കാരി, നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും ചില വിനോദങ്ങൾ അനുഭവിക്കേണ്ടതിന് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് അവിടെ വന്നത് ഏതെങ്കിലും യാദൃച്ഛ്യ വന്നതല്ല. നിങ്ങളുടെ ആത്മാവിനെ മോഷ്ടിച്ചു കൊണ്ടുപോകേണ്ടതിന് പിശാച് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. Today the owner of your soul has arranged these meetings to warn you that you are going to be deceived. Your soul is going to get stolen. Beware, come back to Jesus. നീ വഞ്ചിക്കപ്പെടുവാൻ പോകുന്നു, നീ യേശുവിലേക്ക് മടങ്ങി വരിക എന്ന് നിനക്ക് മുന്നറിയിപ്പ് തരേണ്ടതിനാണ് ആ നിധിയുടെ ആ ആത്മാവിന്റെ ഉടയവനായ ദൈവം ഇപ്രകാരമുള്ള കൂട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നത്. The second way in which the devil will steal the soul, പിശാച് ആത്മാവിനെ മോഷ്ടിക്കുന്ന രണ്ടാമത്തെ വിധം, he wants to reduce the value of the soul of man by increasing the value of the things of this world. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില കുറച്ച് കളയേണ്ടതിന് ഈ ലോകത്തിന്റെ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. He somehow tries to brainwash human beings into thinking that the possessions of this life are very valuable, that this material life is so valuable that he neglects the soul. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ അവന്റെ ആത്മാവിനെ അവൻ മറന്നു കളയേണ്ടതിന് ഈ ലോകത്തിലുള്ള ഭൗതികമായി അവൻ സമ്പാദിക്കുന്നതാണ് ഏറ്റവും വിലയേറിയത് എന്ന് അവൻ ചിന്തിക്കുമാറ് അവന്റെ തലച്ചോറിനെ തന്നെ അവൻ ബ്രെയിൻ വാഷ് ചെയ്ത് കളയുന്നു. So the devil can not only divert us with the pleasures of life, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ വിനോദങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ തെറ്റിക്കുവാൻ കഴിയുക മാത്രമല്ല, he can even deceive us through the necessities of life. ഈ ജീവിതത്തിന്റെ ആവശ്യകതകളിലൂടെ നമ്മെ വഞ്ചിക്കുവാനും അവന് കഴിയും. So human beings today are giving undue importance to these things in this world which are going to pass away soon. അതിവേഗം മാറിപ്പോകുവാൻ പോകുന്നതായ ഈ ലോകത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ടി മനുഷ്യൻ അനാവശ്യമായ പ്രാധാന്യം നൽകുകയാണ്. So although the things of this world are temporal and the things that are not seen of the invisible world are eternal, man is neglecting things pertaining to that eternal world and giving undue importance to the things of this world as though they are going to be here forever. കാണപ്പെടുന്നതെല്ലാം താൽക്കാലികവും കാണപ്പെടാത്തതെല്ലാം നിത്യവുമാകുന്നുവെങ്കിലും മനുഷ്യൻ ഈ ലോകത്തിൽ കാണുന്നതായ താൽക്കാലികമായ വസ്തുക്കൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം നൽകി കാണപ്പെടാത്ത നിത്യമായ അതിന്റെ പ്രാധാന്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. What is his argument? What is man's argument? എന്താണ് മനുഷ്യൻ പറയുന്നത് എന്താണ്? He says, you talk about heaven and hell and God, all that we'll see later on. Today I need food for my stomach. I need food, clothing and shelter. I have to see that first. നിങ്ങൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് എല്ലാം പറയുന്നല്ലോ, അത് പിന്നത്തെ കാര്യം. ആദ്യം എന്റെ വയറിനുള്ള ഭക്ഷണം, എനിക്ക് ആവശ്യമായ വസ്ത്രം, ഇതൊക്കെ ഞാൻ നേടട്ടെ. You expect me to leave my job and everything, go and sit in the church and say praise the Lord all the time, is it? എന്റെ ജോലിയെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഏതെങ്കിലും സഭയിൽ പോയിരുന്ന് എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? So that's man's argument. അതാണ് മനുഷ്യന്റെ പറച്ചിൽ. Today what is important, do. Tomorrow we'll see tomorrow. ഇന്ന് എന്താണോ പ്രാധാന്യമുള്ളത് അത് ചെയ്യുക, നാളെ എന്ത് വേണം അത് അപ്പോൾ നോക്കാം. So man is valuing today's needs and neglecting tomorrow. മനുഷ്യൻ അതുകൊണ്ട് ഇന്നത്തെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നാളത്തെ അവഗണിക്കുന്നു. So we are not saying that you have to leave everything in this world behind and go and sit in the jungle like an ascetic. നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിട്ട് നിങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വനത്തിൽ പോയി ഒരു സന്യാസിയെ പോലെ ഇരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. We need money, we need clothes, we need jobs, we need to study, we need to be in this world. But what I'm talking about is the undue value that we give to these things. നമുക്ക് ജോലി വേണം, പണം വേണം, വസ്ത്രം വേണം, പഠിക്കണം, ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഒരുപക്ഷെ വേണം, എന്നാൽ അതിനാവശ്യമില്ലാത്ത പ്രാധാന്യം നൽകരുത്. I have with me a menu card of a pizza shop. ഒരു പിസ്സ കടയുടെ മെനു കാർഡ് എന്റെ കയ്യിലുണ്ട്. The name of the shop is called Hell. ആ കടയുടെ പേര് നരകം എന്നാണ്. And the emblem is a snake, a serpent. അതിന്റെ ചിഹ്നം ഒരു പാമ്പിന്റെ ചിഹ്നമാണ്. The menu card itself is black in color. ഈ മെനു കാർഡിന്റെ കളർ തന്നെ കറുപ്പാണ്. And look at the different kinds of the names of the different kinds of pizzas available in that shop. ആ കടയിലുള്ള പല വിധത്തിലുള്ള പിസ്സകളുടെ പേര് നോക്കുക. One pizza is called Trouble.
ഒന്നിന്റെ ഒരു പിസ്സയുടെ പേരാണ് കഷ്ടം. One pizza is called murder. മറ്റൊരു പിസ്സയുടെ പേരാണ് കൊലപാതകം. Another pizza is called curse. മറ്റൊരു പിസ്സയുടെ പേരാണ് ശാപം. Another pizza is called demon. മറ്റൊന്നിന്റെ പേര് പിശാച്. So you see different kinds of pizzas. അവിടെ പലതരത്തിലുള്ള പിസ്സകൾ കാണുന്നു. One is called hell dog. One pizza is called hell dog. Hell dog അല്ലെങ്കിൽ നരകത്തിന്റെ നായി എന്നതിന് പേര്. Another is called greed. മറ്റൊന്നിന്റെ പേര് ദ്രവ്യാഗ്രഹം. Another is called lust. മറ്റൊന്നിന്റെ പേര് ദുരാഗ്രഹം. So these are different kinds of pizzas available in the shop. ഈ കടയിൽ ലഭിക്കുന്ന പല വിധത്തിലുള്ള പിസ്സകളുടെ പേരാണിത്. Now it's very obvious that this is run by people who are worshipping Satan. Otherwise no one normal will do this. സാധാരണ മനുഷ്യരാരും ഇത് ചെയ്യുകയില്ലല്ലോ. ഇത് ചെയ്യുന്നത് സാത്താനെ ആരാധിക്കുന്നവരാണ് ഈ കട നടത്തുന്നത്. At the back of this, ഈ മെനു കാർഡിന്റെ പുറകിൽ there is something written here. ഇവിടെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. The topic is, if you haven't sold your soul, you should. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ വിറ്റ് കളഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ വിൽക്കണം. And then it's written underneath, അതിന് താഴെ എഴുതിയിരിക്കുന്നു, your soul is something that sits there and doesn't do a thing. നിങ്ങളുടെ ആത്മാവ് അത് അവിടെ ഇരുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തൊരു വസ്തുവാണ്. You can't see it. നിങ്ങൾക്ക് അതിനെ കാണുവാൻ കഴിയുന്നില്ല. You can't feel it. നിങ്ങൾക്ക് അതിനെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. It can't keep you warm in the night. അത് രാത്രിയിൽ നിങ്ങൾക്ക് ചൂട് പകർന്നു തരുവാൻ കഴിയുന്നില്ല. When you run out of milk in your house, it's not going to run to the dairy and get milk for you. നിങ്ങളുടെ വീട്ടിലെ പാല് തീർന്നു പോയി കഴിയുമ്പോൾ ഏതെങ്കിലും പാൽക്കടയിൽ പോയിട്ട് പാല് വാങ്ങിക്കൊണ്ടുവരുന്നില്ല. So souls are pretty much useless. അതുകൊണ്ട് ആത്മാവിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. So let us take it off your hands. അതുകൊണ്ട് ഞങ്ങൾ അതിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കട്ടെ. You can still have pizzas. നിങ്ങൾക്ക് പിസ്സ, even if we take the soul, you can still have your pizzas. നിങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ എടുത്താലും പിസ്സ നിങ്ങൾക്ക് കഴിക്കാം. So if you think it's going to be hard to get rid of your soul, you must be wrong. നിങ്ങളുടെ ആത്മാവിനെ വിട്ടുതരുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് തെറ്റാണ്. Just visit and they give you a website and enter your details and kiss your soul goodbye. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിന്റെ അഡ്രസ് തന്നിട്ട് ആ വെബ്സൈറ്റ് സന്ദർശിക്കുക, നിങ്ങളുടെ അഡ്രസ് നൽകുക, നിങ്ങളുടെ ആത്മാവിനെ ചുംബനം കൊടുത്ത് വേർപിരിയുക. So now a question has to be asked. ഒരു ചോദ്യം ചോദിക്കണം. They just said that our soul is useless. അവർ പറഞ്ഞുവല്ലോ നമ്മുടെ ആത്മാവിന് യാതൊരു വിലയുമില്ല, ഉപയോഗവുമില്ല. Why do they want it? എന്തുകൊണ്ട് അവർക്കത് വേണം? If it's useless, why do they need it? ഉപയോഗമില്ലാത്തത് അവർക്കെന്താണ് ആവശ്യം? So they're uttering some lies there. അല്ലെങ്കിൽ അതായത് അവരേതെങ്കിലും ചില ഭോഷ്ക് കള്ളം അവിടെ പറയുന്നുണ്ട്. Unless there's some profit there, they won't want the soul. എന്തെങ്കിലും ഒരു ലാഭം അവിടെ ഇല്ലാതെ ഈ ആത്മാവിനെ അവർ നേടുവാൻ ആഗ്രഹിക്കുകയില്ലല്ലോ. Your enemy knows the value of your soul. നിന്റെ ആത്മാവിന്റെ വില നിന്റെ ശത്രുവിന് അറിയാം. And he wants to reduce the value of your soul. നിന്റെ ആത്മാവിന്റെ വില കുറച്ചു കാണിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Look at his arguments. ഈ വാദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. Your soul can't get you milk when you run out of milk. Your soul can't be a blanket for you in the night. നിങ്ങളുടെ ആത്മാവിന് പോയി പാല് വാങ്ങിക്കൊണ്ട് വരുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ആത്മാവിന് ഒരു പുതപ്പായി തീരുവാൻ കഴിയുകയില്ല. So he's giving so much value to warmth and milk and making you neglect your soul. ആ പാലിനും അല്ലെങ്കിൽ ഒരു പുതപ്പിനും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ മറക്കുവാൻ അവൻ പ്രേരിപ്പിക്കുകയാണ്. This is the deception of the devil in these days. ഇതാണ് ഈ നാളുകളിലുള്ള പിശാചിന്റെ വഞ്ചന. Your soul is more valuable than the whole world. ഈ മുഴു ലോകത്തെക്കാളും നിങ്ങളുടെ ആത്മാവ് വിലയേറിയതാണ്. The devil is trying to lie to you and make your mind to think that this world is more valuable. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം ലഘൂകരിച്ചിട്ട് ഈ ലോകത്തിലാണ് വിലയേറിയത് എന്ന് കാണിക്കുവാൻ പിശാച് ശ്രമിക്കുന്നു. In the Bible there is a parable about a rich man who became even more rich. ആ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ വളരെ ധനമുണ്ടാക്കിയ ഒരു ധനവാനെ കുറിച്ച് കാണുവാൻ കഴിയും. Read Luke chapter 12. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം. Jesus mentions that parable. യേശു അവിടെ ഒരു ഉപമ പറയുന്നു. And he said the field of a rich man, he's already rich, it brought forth bountifully. അവിടെ ഒരു ധനികന്റെ വിളഭൂമി നന്നായിട്ട് വിളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. And he goes on with the parable. ആ ഉപമ തുടർന്ന് താഴേക്ക് വരുന്നു. But when you look at the context in which Jesus mentions the parable, യേശു ഈ ഉപമ പറയുന്നതായ സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ, in that situation one man comes to Jesus. ആ സാഹചര്യത്തിൽ ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വരികയാണ്. And tells Jesus, please, master, tell my brother to divide his inheritance properly with me. ഗുരു, എന്റെ സഹോദരനോട് അവന്റെ സ്വത്ത് എനിക്ക് വേണ്ടി പകുതി ചെയ്ത് തരുവാൻ നീ കൽപ്പിക്കണമെന്ന് പറയുകയാണ്. In other words, that brother and he were having some kind of a misunderstanding, because that brother is trying to say, I need the bigger share.
ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണ കേൾക്കുന്നവർക്ക് വന്നേക്കാം. കാരണം മറ്റേ സഹോദരൻ എനിക്ക് വലിയ കൂടുതൽ പങ്ക് വേണമെന്ന് പറയുന്നു എന്ന് ചിന്തിച്ചേക്കാം. No, it's because of such a situation that he's coming to Jesus for justice. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം യേശുവിന്റെ അടുക്കൽ നീതി ലഭിക്കേണ്ടതിന് ഇദ്ദേഹം വരുന്നത്. If you or I were in Jesus' place, what would we do? യേശുവിന്റെ സ്ഥാനത്ത് നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? You will call that brother. മറ്റേ മനുഷ്യനെ സഹോദരനെ വിളിക്കും. Come on, don't fight. നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കരുത്. 50-50, split it. പകുതി ചെയ്യുക. But Jesus didn't do that. എന്നാൽ യേശു അത് ചെയ്തില്ല. He didn't call that other brother. യേശു മറ്റേ സഹോദരനെ വിളിച്ചില്ല. This man who's seemingly facing injustice, ജീവിതത്തിൽ അനീതി നേരിടുന്നു എന്ന് തോന്നുന്നതായി ഈ മനുഷ്യനോട് is coming to Jesus for help. യേശുവിന്റെ അടുക്കൽ സഹായത്തിന് വരുന്ന ആ വ്യക്തി, And look at what Jesus tells him. യേശു തന്നോട് എന്താണ് പറയുന്നത്? Beware of covetousness. ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് ഭയപ്പെടണം. A man's life consisteth not in the things that he possesses. ഒരു മനുഷ്യന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് അവന്റെ വസ്തുവകയല്ല. And then he tells this parable. അതിനുശേഷമാണ് യേശു ഈ ഉപമ പറയുന്നത്. In other words, he's warning this man who has less of the property and saying, be careful. ഈ വസ്തുവക കുറച്ചു ലഭിച്ച ഈ മനുഷ്യനോട് യേശു പറയുകയാണ്, സൂക്ഷിച്ചുകൊള്ളുവേൻ. So if there's anyone here who's going through some injustice because of dividing of property, listen to this carefully. നിങ്ങളുടെ വസ്തുവക പങ്കിടുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള അനീതിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണമേ. There was a rich man whose field brought forth plentifully. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. So when his business increased and he got more money and more yield, he asked a question to himself. തന്റെ വ്യാപാരം വർദ്ധിച്ച് തനിക്ക് പണം അധികം ലഭിച്ചപ്പോൾ, തനിക്ക് വിളവ് അധികം ഉണ്ടായപ്പോൾ താൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. There's so much of increase, so much of grain, what should I do? എനിക്ക് ഇത്രയധികം സമൃദ്ധിയായിട്ട് വിളവുണ്ടായല്ലോ, ഞാൻ എന്ത് ചെയ്യും? Then he got an idea. തനിക്കൊരു ഐഡിയ കിട്ടി. This will I do. ഞാൻ ഇപ്രകാരം ചെയ്യും. I will break down my old barns and build bigger barns. എന്റെ പഴയ കളപ്പുരകളൊക്കെ പൊളിച്ച് ഞാൻ പുതിയ വലിയ കളപ്പുരകൾ പണിയും. And I will store all my increase in those granaries. എന്റെ എല്ലാ വിളവും വസ്തുവകയും അതിൽ ഞാൻ കൂട്ടിവെക്കും. And then I will tell myself, ഞാൻ എന്നിട്ട് എന്നോട് തന്നെ പറയും, so you have much goods laid up for many years. ആത്മാവേ, നിനക്ക് അനേക വർഷങ്ങൾക്ക് വേണ്ട വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു. Take your ease, eat, drink and be merry. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. Suddenly a voice came from heaven. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. Thou fool, മൂഢ, today your soul shall be taken away from you. ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. Then whose shall those things be which you have got for yourself? പിന്നെ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? And then the parable ends with this statement. ഈ ഉപമ അവസാനിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, So is he that layeth up treasures for himself in this world and is not rich towards God. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. So what does that mean? So is he. ഇങ്ങനെയാകുന്നു, അവൻ ഇങ്ങനെയാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? A person who gives undue importance to the things of this world and is not concentrating on how to reach God is a fool like this fool. ഈ ലോകത്തിന്റെ വസ്തുവകകൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ പരിശ്രമിക്കാത്ത എല്ലാവരും ഈ മൂഢനായ മനുഷ്യനെ പോലെയാണ്. Now because his riches got into his head, തന്റെ സമ്പത്ത് തന്റെ തലയിലേക്ക് കടന്നതുകൊണ്ട്, because he became a materialistic man giving undue importance to the things of this world, ഈ ലോകത്തിന്റെ വസ്തുവകകൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം നൽകുന്ന ലൗകികനായ ഒരു മനുഷ്യനായി താൻ തീർന്നതുകൊണ്ട്, he makes 3 big mistakes. താൻ 3 വലിയ തെറ്റുകളാണ് ചെയ്യുന്നത്. The first mistake, ഒന്നാമത്തെ തെറ്റ്, he became his own God. താൻ അവന്റെ തന്നെ ദൈവമാകുകയാണ്. In other words, the decision which God should take in his life, he took on himself. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം അവന്റെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനം അവൻ തന്നെത്താൻ തീരുമാനിക്കുന്നു. He asks a question. താൻ ഒരു ചോദ്യം ചോദിക്കുന്നു. When he became very rich, he asked a question, what shall I do? താൻ ഒരു വലിയ ധനികനായി തീർന്നപ്പോൾ അവൻ തന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യും? Read that verse 17 and 18. 17-18 വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. Enough. What is happening here? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? He asks a question and answers it himself. അവനൊരു ചോദ്യം ചോദിച്ച് അവൻ തന്നെ അതിന് ഉത്തരം പറയുന്നു. What shall I do? ഞാൻ എന്ത് ചെയ്യും?
then he gets an idea. This will I do. തനിക്കൊരു ഉത്തരം കിട്ടിയിട്ട്, ഒരു ഐഡിയ കിട്ടിയിട്ട് പറയുകയാണ്, ഇങ്ങനെ ഞാൻ ചെയ്യും. So the answer didn't come from God, it came from inside himself. ആ ഉത്തരം ദൈവത്തിൽ നിന്നല്ല വന്നത്, അവന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, if we don't consult God for our needs, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല എങ്കിൽ, just because we have a lot of money stored up in the bank, don't think that we can use it as we like. നമുക്ക് ബാങ്കിൽ ആവശ്യത്തിലധികം പണം നിക്ഷേപമായി ഉള്ളത് കൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം അത് ഉപയോഗിക്കാമെന്ന് ചിന്തിക്കരുത്. Don't say that's my money and I have my right to use it as I like. അതിന്റെ പണമാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ അവകാശമുണ്ടെന്ന് പറയരുത്. This man thought that's his money and he can use it as he liked and became a fool in the end. ഈ മനുഷ്യൻ ഇത് എന്റെ പണമാണ്, എന്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അവസാനം അവനൊരു മൂഢനായി തീരുന്നു. So don't make the mistake that this man made. ഈ മനുഷ്യൻ ചെയ്തതായ അബദ്ധം നിങ്ങൾ ആവർത്തിക്കരുത്. In all thy ways acknowledge him and he will direct thy paths. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. The second mistake that he made, അവൻ ചെയ്ത രണ്ടാമത്തെ തെറ്റ്, this world became eternity for him. അവന് ഈ ലോകം അവന്റെ നിത്യത പോലെ ആയി തീർന്നു. See, he said, look at what he says. അവൻ എന്താണ് പറയുന്നത് നോക്കുക. He's telling himself, you have lots of goods laid up for many years. അവനോട് തന്നെ പറയുകയാണ്, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് വേണ്ട അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു. God tells him, tonight is your funeral, man, but he thinks he's going to live for a long time. ദൈവം അവനോട് പറയുകയാണ്, ഇന്ന് രാത്രിയാണ് നിന്റെ അടക്കം. എന്നാൽ അവൻ പറയുന്നു, ഞാൻ ഇനി വളരെ നാളുകൾ ജീവിക്കുവാൻ പോകുന്നു. He forgets that this world is temporary. The things that are seen are temporal, and he thinks he's going to live on and on and on and on. ഈ ലോകം താൽക്കാലികമാണ്, കാണുന്നതെല്ലാം താൽക്കാലികമാണ് എന്നുള്ളത് അവൻ മറന്നിട്ട് അവൻ വീണ്ടും അനേക നാളുകൾ ജീവിക്കുമെന്ന് ചിന്തിക്കുകയാണ്. So if you think that this world is if you give undue importance to the material things of this world, you will forget that one day you're going to die. That money with that material success will get into your head and make you forget that there is an eternity beyond this life. ഈ ലോകം കാണുന്ന താൽക്കാലികമായ ലോകം നിങ്ങൾ അതിന് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള ആ ലൗകികമായ വസ്തുവകകളെല്ലാം നിങ്ങളുടെ തലയിലേക്ക് പ്രവേശിച്ചിട്ട് വരുവാനുള്ള കാണപ്പെടാത്ത നിത്യമായതിനുള്ള പ്രാധാന്യം നഷ്ടപ്പെടുത്തി കളയും. The third mistake he made, താൻ ചെയ്ത മൂന്നാമത്തെ തെറ്റ്, his body became his soul. തന്റെ ശരീരം തന്റെ ആത്മാവായി തീരുകയാണ്. How? എങ്ങനെ? Soul, he says, look at what he says. Soul, you have lots of goods laid up for many years. Eat, drink and be merry. അവിടെ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന ഇപ്രകാരമാണ്, അവന്റെ ആത്മാവിനോട് തന്നെ അവൻ പറയുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന്. Can the soul eat and drink? ഒരു ആത്മാവിന് തിന്നുവാനും കുടിക്കുവാനും കഴിയുമോ? So he is now replacing his body as though that is his soul. തന്റെ ശരീരത്തെ അത് ആത്മാവ് എന്നതുപോലെ അവൻ മാറ്റുകയാണ്. So these are big mistakes that people will make in their lives. ഇത് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ തെറ്റുകളാണിത്. In other words, if you are materialistic and you think that property and house and job and money and studies and education is everything and give undue importance for these things, you will make this big mistake in your life. നിങ്ങൾ ലൗകികനാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പണത്തിനും ജോലിക്കും സമ്പത്തിനും വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, then you will make this big mistake in your life. ഈ വലിയ തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കും. What is that? എന്താണത്? The importance that you should give to your soul, you will give it to your body. നിങ്ങളുടെ ആത്മാവിന് നൽകേണ്ടതാകുന്ന പ്രാധാന്യം നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ നൽകും. In other words, you are reducing the value of your soul and increasing the value of your body. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന്റെ വില നിങ്ങൾ കുറച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ദേഹത്തിന്റെ വില നിങ്ങൾ കൂട്ടുന്നു. This body is going to perish one day, as is going to be laid down into the grave one day. ഈ ശരീരം ഒരു ദിവസം നശിക്കുവാനുള്ളതാണ്, ഒരു ദിവസം ഇത് കൊണ്ടുപോയി കല്ലറയിൽ കുഴിച്ചിടേണ്ടതാണ്. It is the soul that you have to preserve blameless, as we read in the key verse, and be presented to its owner at the end of life. നാം നമ്മുടെ കുറിവാക്യത്തിൽ വായിച്ചതുപോലെ നമ്മുടെ ആത്മാവിനെയാണ് അനിന്യമായിട്ട് കാക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അത് അതിന്റെ യജമാനന്റെ കയ്യിൽ ഒരു ദിവസം കൊണ്ടുപോയി ഫലമേൽപ്പിക്കേണ്ടതാകുന്നു. Body and soul reverse its roles, and the body is given undue importance. ആത്മാവിനും പ്രാണനും കൊടുക്കേണ്ട ആ പ്രാധാന്യം
പ്രാധാന്യം കുറഞ്ഞിട്ട് ആ ശരീരത്തിന്, ദേഹത്തിന് പ്രാധാന്യം കൂടുന്നു. So there a man gets deceived. അവിടെ ഒരു മനുഷ്യൻ വഞ്ചിക്കപ്പെടുകയാണ്. Brother, sister, be very careful about material blessings. സഹോദര സഹോദരി, ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ വളരെ കരുതലുള്ളവരായിരിക്കണം. Don't make wrong decisions in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഇടയാകരുത്. Let God make the decisions in our life. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം ദൈവം എടുക്കട്ടെ. Do not forget that heaven and earth are going to pass away. സ്വർഗവും ഈ ഭൂമിയും ഒരു ദിവസം, ആകാശവും ഈ ഭൂമിയും ഒരു ദിവസം മാറ്റപ്പെടും എന്നുള്ളത് നാം മറന്നു പോകരുത്. This is temporary. Heaven above, life after death, resurrection is eternal. ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികമാണ്. വരുവാനുള്ള സ്വർഗം അതാണ് നിത്യതയായിരിക്കുന്നത്. Not only that, അത് മാത്രമല്ല, soul is very, very precious and very, very important. നിങ്ങളുടെ ആത്മാവ് വളരെ 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 വിലയേറിയതും പ്രാധാന്യമേറിയതുമാണ്. If you don't realize it, you're going to give your body that importance. നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ആ പ്രാധാന്യം നൽകും. So is he that layeth up treasure for himself and is not rich towards God. ദൈവസംബന്ധമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇപ്രകാരമാകുന്നു. One man explained like this. ഒരു മനുഷ്യൻ ഇപ്രകാരം ഒരു വിശദീകരണം നൽകി. You take 5 people. നിങ്ങൾ 5 മനുഷ്യരെ നോക്കിക്കൊള്ളുക. One man is Mr. Universe. ഒന്ന് മിസ്റ്റർ യൂണിവേഴ്സ് ആണ്. That means he's the most handsome man in the world. അതായത് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ. So imagine the elation or the happiness of his soul. തന്റെ ആ ഉള്ളിലുള്ള ആ സന്തോഷത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക. That's the first man. അതൊന്നാമത്തെ മനുഷ്യൻ. The second man is the richest man in the world. രണ്ടാമത് ഈ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി. And so he is now most popular as the richest man in the world. ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ധനികൻ എന്ന വിധത്തിൽ താൻ വളരെ അറിയപ്പെടുന്നു. So imagine his happiness. അവന്റെ സന്തോഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. The third man, മൂന്നാമത്തെ മനുഷ്യൻ, he is the wisest man in the world. ഈ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ. So look at his happiness. തന്റെ സന്തോഷത്തെ നോക്കുക. The fourth man, നാലാമത്തെ വ്യക്തി, he is the fastest runner in the world. ഈ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരനാണ്. So he has his happiness. അവന്റെ സന്തോഷം ഉണ്ടാവനും. The fifth man, അഞ്ചാമത്തെ മനുഷ്യൻ, he is not beautiful. തനിക്ക് സൗന്ദര്യമില്ല. He has no riches. തനിക്ക് ധനമൊന്നുമില്ല. He can't run fast. തനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല. He is not very wise. തനിക്ക് വളരെ ജ്ഞാനവുമില്ല. He is a sinner. താനൊരു പാപിയാണ്. But he is looking out to God. എന്നാൽ അവൻ ദൈവത്തിലേക്ക് നോക്കി and saying, Lord, have mercy on me, a sinner. കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. The man who presents these five men says, ഈ 5 മനുഷ്യരെ അവതരിപ്പിച്ച വ്യക്തി പറയുകയാണ്, this fifth man is richer than all the other 4 people. ഈ 5ാമത്തെ മനുഷ്യനാണ് മറ്റ് 4 പേരിലും ഏറ്റവും ധനികനായിരിക്കുന്നത്. The first four hearts, the first 4 souls are all happy. The fifth soul is sad. ആദ്യത്തെ 4 ആത്മാക്കളും അതിന് സന്തോഷമുണ്ട്. എന്നാൽ ഈ 5ാമത്തെ ആത്മാവിന് ദുഃഖമാണ്. But that sadness is richer than the happiness of these other 4. എന്നാൽ ആ ദുഃഖം ഈ 4 പേരുടെ സന്തോഷത്തെക്കാൾ വലുതാണ്. This valley in the fifth man is higher than the mountains in the first 4 men. ഈ 5ാമത്തെ മനുഷ്യനിലുള്ള ഈ താഴ്വര മറ്റു 4 മനുഷ്യരിലുമുള്ള പർവ്വതത്തെക്കാൾ വലുതാണ്. Why? എന്തുകൊണ്ട്? Because these 4 souls are happy on the wrong things. Their souls are not directed towards God. They have found their satisfaction in some distraction of life, while this man has his soul directed towards God, and he is sad because he does not have that God he wants to have. ഈ 4 മനുഷ്യരുടെയും ജീവിതത്തിലുള്ള സന്തോഷം ശരിയായ സന്തോഷമല്ല. അത് ഈ നശിച്ചു പോകേണ്ട അല്ലെങ്കിൽ നാശകരമായ കാര്യത്തിൽ അവർ സന്തോഷിക്കുകയാണ്. എന്നാൽ ഈ 5ാമത്തെ മനുഷ്യൻ അവൻ ആ കാണപ്പെടാത്ത അല്ല നിത്യമായ കാര്യത്തെക്കുറിച്ചാണ് അവൻ സന്തോഷിക്കുന്നത്. So don't allow your soul to be stolen by the devil and arrive at some wrong kind of happiness. നിങ്ങളുടെ ആത്മാവ് പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും തെറ്റായ വിധത്തിലുള്ള ആനന്ദത്തിലേക്ക് വരുവാൻ നിങ്ങൾ അനുവദിക്കരുത്. There is a third way the devil tries to steal our soul. പിശാച് നമ്മുടെ ആത്മാവിനെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന 3ാമതൊരു വഴി കൂടിയുണ്ട്. There are some people who are religious. വളരെ ആത്മീയരെ പോലുള്ള ചില മനുഷ്യരുണ്ട്. They are not interested in the pleasures and entertainments of life. അവർ ലോകത്തിന്റെ സന്തോഷങ്ങളിലോ വിനോദങ്ങളിലോ ഒന്നും അവർക്ക് താല്പര്യമില്ല. And they know that money and possessions are all temporal. പണവും മറ്റു വസ്തുവകകളും എല്ലാം താൽക്കാലികമാണെന്ന് അവർക്കറിയാം.
but they want something spiritual. അവർക്ക് എപ്പോഴും ആത്മീകമായ ചില കാര്യങ്ങൾ വേണം. So this devil has a way of stealing their souls also. ഇവരുടെ ആത്മാവിനെ മോഷ്ടിക്കുന്ന ഒരു വഴി കൂടി പിശാചിനുണ്ട്. He can create new gods and introduce them to a wrong God who is not the owner of their souls. പുതിയ ദൈവങ്ങളെ സൃഷ്ടിച്ച് ഇവരുടെ മുമ്പാകെ അവതരിപ്പിച്ച് ആത്മാക്കളുടെ ഉടയവനായ ദൈവത്തിൽ നിന്ന് തെറ്റിക്കുന്നതായ ഒരു അനുഭവം. And he can lead them to them though they are not the owner of those souls. അവരുടെ ആത്മാവിന്റെ ഉടയവനായ ദൈവമല്ലാത്തവയിലേക്ക് ഇവരെ നയിച്ചു കൊണ്ടുപോകുന്ന അനുഭവം. Today many new religions and philosophies are coming up. ഇന്ന് അപ്രകാരമുള്ള പല മതഭേദങ്ങളും തത്വജ്ഞാനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. Today people are saying just like all rivers lead to the ocean, all religions are leading eventually to the same God. ഇന്ന് പലരും പറയുന്നത് എല്ലാ നദികളും സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ എല്ലാ മതങ്ങളും ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുന്നു. Now that statement might seem friendly, but it is certainly not true. ഈ വാദം അത് സൗഹാർദ്ദപരമായി തോന്നിയാലും അത് വാസ്തവമല്ല, സത്യമല്ല. All roads lead to the ocean is true, but can you establish a fact using that example? എല്ലാ നദികളും സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നു എന്ന് പറയുന്നത് വാസ്തവമാണ് എങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം സ്ഥാപിക്കുവാൻ കഴിയുമോ? All rivers lead to the ocean, but all buses don't come to Mallapalli, isn't it? എല്ലാ നദികളും സമുദ്രത്തിലാണ് പോകുന്നത്, പക്ഷെ എല്ലാ ബസ്സും മല്ലപ്പള്ളിക്കല്ല വരുന്നത്, അല്ലേ? So in the same way, you can't use an example to prove something like that. അതുപോലെ ഇങ്ങനെയുള്ള ഒരു കാര്യം, ഒരു ഉദാഹരണം പറഞ്ഞ് മറ്റെന്തെങ്കിലും ഒന്ന് തെളിയിക്കുവാൻ കഴിയുകയില്ല. The truth is, all religions can't be the same. സത്യം ഇതാണ്, എല്ലാ മതത്തിനും ഒരുപോലെ ആയിരിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. Because different religions are teaching different things. എന്തുകൊണ്ടെന്നാൽ വിവിധ മതങ്ങൾ വിവിധ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. All can't be true at the same time. എല്ലാം ഒരേ സമയം ശരിയായിരിക്കുവാൻ, സത്യമായിരിക്കുവാൻ കഴിയുകയില്ല. One religion says there's only one God. ഒരു മതം പറയുന്നു ഒരു ദൈവമേ ഉള്ളൂ എന്ന്. One religion says there's one God, but he's three in one. ഒരു മതം പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ, പക്ഷെ അവന് മൂന്ന് ആളത്വങ്ങളുണ്ട്, അല്ല ത്രിയേക ദൈവം എന്ന് പറയുന്നു. Another religion says there are many gods. മറ്റൊരു മതം പറയുന്നു പല ദൈവങ്ങളുണ്ട്. Fourth religion says there's no God. നാലാമതൊരു മതം പറയുന്നത് ദൈവമില്ല എന്ന്. How can all be the same? ഇതെല്ലാം ഒരുപോലെ ആകുന്നത് എങ്ങനെയാണ്? It's not possible. അത് ഒരിക്കലും സാധ്യമല്ല. People are trying to bring everything together. എല്ലാം ഒന്നിച്ചു കൊണ്ടുവരുവാൻ ഇന്ന് മനുഷ്യർ ശ്രമിക്കുകയാണ്. You can do it. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. The Bible says that all religions are going to come together. വേദപുസ്തകം പറയുന്നത് എല്ലാ മതങ്ങളും ചേർന്ന് ഒന്നാകുവാൻ പോകുന്നു എന്ന് തന്നെയാണ്. How? എങ്ങനെ? By throwing the truth into the garbage can. ആ സത്യത്തെ എടുത്ത് ഒരു വേസ്റ്റ് കുട്ടയിലേക്ക് എറിഞ്ഞു കളഞ്ഞുകൊണ്ട്. By doing that, everything can come together. അത് ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാറ്റിനും ഒന്നായി തീരുവാൻ കഴിയും. But if you hold on to the truth and if you want to know what the truth is, എന്നാൽ നിങ്ങൾ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ you can't compromise. നിങ്ങൾക്കൊരിക്കലും ഒരു ഒത്തുതീർപ്പിലെത്തുവാൻ കഴിയുകയില്ല. You cannot say everything is the same. എല്ലാം ഒരുപോലെയാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയില്ല. I want to tell you what the Bible says. വേദപുസ്തകം എന്ത് പറയുന്നു എന്ന് നിങ്ങളോട് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Not what I am saying, I'm telling you what the Bible says. ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം പറയുന്ന കാര്യം. Jesus said, I am the way, the truth and the life. യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. No other way. മറ്റു വഴിയില്ല. He didn't say I'm one of the ways. ഞാൻ പല വഴികളിൽ ഒന്നാണെന്ന് യേശു പറഞ്ഞില്ല. I am the way. യേശു പറഞ്ഞു ഞാനാകുന്നു. The Bible says there is no other name other than the name of Jesus whereby we might be saved. വേദപുസ്തകം പറയുന്നത് നാം രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം അല്ലാതെ മറ്റൊരു നാമമില്ല. In other words, outside of Jesus there is no salvation. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിന് പുറമെ മറ്റു യാതൊരു വിധത്തിലും രക്ഷയില്ല. That's what the Bible says. അതാണ് വേദപുസ്തകം പറയുന്നത്. Now, you might say you don't like it. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്ന്. You might say I don't agree with it. ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. Well, whatever you feel or whatever you say, the Bible says this. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും വേദപുസ്തകം ഇങ്ങനെയാണ് So പറയുന്നത്. before you reject these words of Jesus, യേശുവിന്റെ ഈ വാക്കുകൾ നിങ്ങൾ തള്ളിക്കളയുന്നതിന് മുമ്പായി make one effort to find out if this is true. ഇത് സത്യമാണോ എന്നറിയേണ്ടതിന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. Because if it is
true, your rejection might cost you your entire life. ഇത് വാസ്തവമാണ്, ഇത് സത്യമാണ് എങ്കിൽ നിങ്ങൾ തള്ളിക്കളയുന്ന ആ അനുഭവം നിങ്ങളുടെ മുഴു ജീവന്റെയും വില നിങ്ങൾ അതിനെ കൊടുക്കേണ്ടി വന്നേക്കാം. Find out, is Jesus the true owner of your soul? യേശു നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ ഉടയവനാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. We come back to the key verse. നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ we read that God is able to preserve our souls, our spirit, soul and body blameless unto the coming of our Lord Jesus Christ. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി കാക്കുവാൻ കഴിയുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. Look at that word blamelessness. അവിടെ അനിന്യമായി അല്ലെങ്കിൽ കുറ്റം പറയുവാൻ കഴിയാത്ത വിധം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. That word means that there is a possibility that at the end of our life we can be blamed. ആ വാക്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരുപക്ഷെ നമ്മെ കുറ്റം പറയുന്നതായ ഒരു സാഹചര്യം വന്നേക്കാം. Now there are two people who can blame us. രണ്ടു പേർക്ക് നമ്മെ കുറ്റം പറയുവാൻ കഴിയും. One is the devil, he's already blaming us. ഒന്ന് പിശാചാണ്, അവൻ ഇപ്പോൾ തന്നെ നമ്മെ കുറ്റം പറയുന്നു. The Bible calls him an accuser who accuses the brethren day and night. വേദപുസ്തകം പറയുന്നത് സഹോദരന്മാരെ രാവും പകലും കുറ്റം ചാർത്തുന്ന അപവാദി എന്നാണ് അവനെ വിളിക്കുന്നത്. But then there's another person who can blame us. എന്നാൽ നമ്മെ കുറ്റം പറയുവാൻ കഴിയുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. That is God himself. അത് ദൈവം തന്നെയാണ്. Now if the devil blames us, God can protect us. If God blames us, who's going to protect us? പിശാച് നമ്മുടെ കുറ്റം പറഞ്ഞാൽ ദൈവത്തിന് നമ്മെ സൂക്ഷിക്കുവാൻ കഴിയും. എന്നാൽ ദൈവം നമ്മുടെ കുറ്റം പറയുന്നുവെങ്കിൽ ആർക്ക് നമ്മെ സൂക്ഷിക്കുവാൻ കഴിയും? At the end of our life, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, when we carry this treasure of the inner man towards God, ഈ നിത്യമായ ആന്തരിക മനുഷ്യനാകുന്ന ആ നിക്ഷേപത്തെ, ആ നിധിയെ ദൈവത്തിന്റെ മുമ്പാകെ നാം കൊണ്ടു ചെല്ലുമ്പോൾ, remember our soul should be in a blameless state. നമ്മുടെ ആത്മാവ് അനിന്യമായ വിധത്തിലായിരിക്കണം എന്ന് നാം ഓർക്കുക. When God looks at it from different angles, ദൈവം പല വിധത്തിൽ അതിനെ നോക്കുമ്പോൾ, there should be no blame in it. അതിൽ യാതൊരു കുറ്റവും കാണുവാൻ പാടില്ല. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Every human being at the end of his life is accountable to his God. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. And if you can't give account to God, നിങ്ങൾക്ക് ദൈവത്തിന് കണക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, there is a judgment or a punishment awaiting that person. ആ വ്യക്തിക്ക് ഒരു ന്യായവിധി, ഒരു ശിക്ഷാവിധി കാത്തിരിക്കുന്നു. So life is not a game. ജീവിതം എന്നുള്ളത് ഒരു കളിയല്ല. There is no time to play with life. ജീവിതം കൊണ്ട് കളിക്കുവാൻ സമയമില്ല. You are carrying precious treasure with you. നിങ്ങളൊരു വലിയ നിധി, ഒരു നിക്ഷേപം നിങ്ങളോട് കൂടെ കൊണ്ടുപോകുന്നു. You have a responsibility of carrying it and delivering it in a blameless state to its owner. അതിന്റെ യജമാനന്റെ അടുക്കൽ അതിന് അനിന്യമാമണ്ണം കൊണ്ടുപോയി അതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. So don't close your eyes over it and look here and there. നിങ്ങളുടെ അതിന് നേരെ കണ്ണുകൾ അടച്ചു കളഞ്ഞിട്ട് മറ്റവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കരുത്. But there is a question. അപ്പോ അവിടെ ഒരു ചോദ്യം ഉയരുന്നു. We are human beings and we make mistakes. നാമൊക്കെ മനുഷ്യരാണ്, നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു. They say to err is human. To err. സാധാരണ പറയുന്നത് തെറ്റുക അല്ലെങ്കിൽ തെറ്റുവരിക എന്നുള്ളത് സ്വാഭാവികമാണ്. Every day we all make mistakes. ഓരോ ദിവസവും നാം തെറ്റുകൾ ചെയ്യാറുണ്ട്. Sometimes we make big mistakes. ചിലപ്പോൾ നാം വലിയ തെറ്റുകൾ ചെയ്യുന്നു. We call that sin. അതിനെ നാം പാപമെന്ന് വിളിക്കുന്നു. So how do we become blameless? എപ്രകാരം നമുക്ക് അനിന്യരായി തീരുവാൻ കഴിയും? We are all guilty before God. നാം എല്ലാം ദൈവം മുമ്പാകെ കുറ്റക്കാർ തന്നെയാണ്. And what can we do to reverse that guilt? ആ തെറ്റ് നീക്കിക്കളയേണ്ടതിന് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? If I commit a sin, ഞാനൊരു പാപം ചെയ്താൽ, can I pay money to God and to God or to a priest and atone for that sin? ഞാൻ ദൈവത്തിന് പണം കൊടുത്തുകൊണ്ടല്ലേ ഏതെങ്കിലും ഒരു പുരോഹിതന് കുറെ പണം കൊടുത്തുകൊണ്ട് ആ പാപത്തിന് പരിഹാരം കാണുവാൻ കഴിയുമോ? The Bible says the wages of sin is death. വേദപുസ്തകം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. That means if a man commits a sin, he has to pay a penalty for it, not 200 or 300 rupees. The penalty is death, whether it's a small sin or a big sin. വേദപുസ്തകം പറയുന്നത് ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിനൊരു ക്രയം ചെലുത്തേണ്ടിയിരിക്കുന്നു. അത് 200-300 രൂപയല്ല. അതിന്റെ ശിക്ഷ അല്ലെങ്കിൽ അതിന്റെ ക്രയം എന്ന് പറയുന്നത് മരണമാണ്. So that means every human being has to give account to God, and on failure he has to pay the penalty of eternal death.
അതായത് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. അവന് കണക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ അതിന്റെ ശിക്ഷയാകുന്ന നിത്യമരണം സ്വീകരിക്കണം. Which means you and I have already committed some sin or the other from birth. അതിന്റെ അർത്ഥം ജനനത്തിൽ നിന്ന് നാം ഇന്ന് വരെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാപമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. We all have to pay the penalty of death. അതിന്റെ അർത്ഥം നാം എല്ലാം പാപത്തിന്റെ ശമ്പളമാകുന്ന ആ മരണം, ആ ശിക്ഷ നാം സ്വീകരിക്കണം. And that eternal death the Bible calls hellfire. ആ നിത്യമരണത്തെ വേദപുസ്തകം വിളിക്കുന്നത് നരകത്തിന്റെ തീ എന്നാണ്. So how can we come out? എപ്രകാരം നമുക്ക് പുറത്തു വരുവാൻ കഴിയും? How can we become blameless? എങ്ങനെ നമുക്ക് അനിന്ദരായി തീരുവാൻ കഴിയും? There is only one way. ഒരേ ഒരു വഴിയേ ഉള്ളൂ. Now there is a story like this. ഇപ്രകാരം ഒരു കഥയുണ്ട്. Many years ago, a young boy oversped on a motorbike. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അവന്റെ മോട്ടോർ ബൈക്കിൽ ഓവർ സ്പീഡിൽ പോയി. And then he was stopped by the policeman. He was charged $200 as fine. തന്നെ പോലീസുകാർ തടഞ്ഞു നിർത്തി $200 ഫൈൻ അടയ്ക്കുവാൻ പറഞ്ഞു. And he said, no, I'm going to defy this in court. താൻ പറഞ്ഞു, ഞാൻ അടയ്ക്കുകയില്ല, ഞാനിത് കോടതിയിൽ പോയി വാദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. So the case went on. അങ്ങനെ ആ കേസ് തുടർന്നു പോയി. The judge was hearing the boy's case. ആൺകുട്ടിയുടെ കേസ് കേട്ടുകൊണ്ടിരുന്ന ന്യായാധിപൻ At the end of the argument, the judge said the boy has oversped and he has to pay the fine of $200. ആ വാദത്തിന്റെ അവസാനം ന്യായാധിപൻ ഇപ്രകാരം പറഞ്ഞു, ഈ ആൺകുട്ടി അവൻ ഓവർ സ്പീഡിൽ പോയി, അതുകൊണ്ട് അതിന്റെ ഫൈൻ ആകുന്ന $200 അവൻ കൊടുത്തേ തീരൂ. The boy hung his head down in shame. ആ ആൺകുട്ടി അവൻ നാണക്കേട് കൊണ്ട് തല കുനിച്ചു. But then something amazing happened. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം The സംഭവിച്ചു. judge got up from his seat, ആ ന്യായാധിപൻ അവന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. removed his black coat, തന്റെ കറുത്ത ആ കോട്ട് താൻ മാറ്റി, put it on the chair behind him, തന്റെ പുറകിലുള്ള കസേരയിൽ അത് തൂക്കിയിട്ടു. walked down towards the boy who was accused. ആ കുറ്റക്കാരനായ ആൺകുട്ടിയുടെ അടുക്കിലേക്ക് ഈ ന്യായാധിപൻ ഇറങ്ങി വന്നു. The judge took out a purse from his pocket, ആ ന്യായാധിപൻ അവന്റെ പോക്കറ്റിൽ നിന്ന് തന്റെ പേഴ്സ് എടുത്തു, took out $200 and gave it to the boy. $200 എടുത്ത് ആ ആൺകുട്ടിക്ക് നൽകി. Everyone was shocked. എല്ലാവരും അത്ഭുതപ്പെട്ടു. What's this judge doing? എന്താണ് ഈ ന്യായാധിപൻ ചെയ്യുന്നത്? Then the judge said, അപ്പോൾ ആ ന്യായാധിപൻ പറയുകയാണ്, that boy is my son. ആ ആൺകുട്ടി എന്റെ മകനാണ്. As judge, I cannot be partial. He has to pay the penalty. ഒരു ന്യായാധിപൻ എന്ന വിധത്തിൽ എനിക്ക് പക്ഷപാതം കാണിക്കുവാൻ കഴിയുകയില്ല. അവൻ അതിന്റെ പെനാൽറ്റി കൊടുത്തേ തീരൂ. But as father, I have to pay the penalty. എന്നാൽ ഒരു പിതാവ് എന്ന നിലയിൽ ഞാനത് അവന് വേണ്ടി അടയ്ക്കണം. Brother, sister, സഹോദര സഹോദരി, we all face judgment. നാം എല്ലാം ആ ന്യായവിധിയെ കാത്തിരിക്കുന്നു. But is there a father for us who can pay that penalty? എന്നാൽ നമുക്ക് വേണ്ടി ആ പെനാൽറ്റി കൊടുക്കുവാൻ കഴിയുന്ന ഒരു പിതാവുണ്ട്. ഉണ്ടോ? There is a father. അങ്ങനെയുള്ളൊരു പിതാവ് നമുക്കുണ്ട്. His name is Jesus. അവന്റെ പേര് യേശു എന്നാണ്. That's why Jesus came down into this world. അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. That's why Jesus allowed himself to be crucified. അതുകൊണ്ടാണ് യേശു അവനെ തന്നെ ക്രൂശിക്കുവാൻ അനുവദിച്ചത്. That's why Jesus died to take that penalty upon himself. അതുകൊണ്ടാണ് യേശു ആ ശിക്ഷ അവന്റെ മേൽ തന്നെ ഏറ്റുകൊണ്ടത്. He paid the fine. He paid the penalty so that you and I might escape death. ഞാനും നിങ്ങളും ആ ശിക്ഷാവിധി ഒഴിഞ്ഞു പോകേണ്ടതിന് യേശു അതിന്റെ ക്രയം ചെലുത്തി. So if you come to Jesus, നിങ്ങൾ യേശുവിലേക്ക് വരുന്നുവെങ്കിൽ, he is your father. അവനാണ് നിങ്ങളുടെ പിതാവ്. There's no other God in this universe who has laid down their life for mankind. മനുഷ്യകുലത്തിന് വേണ്ടി തന്റെ ജീവനെ വെച്ചു കൊടുത്ത മറ്റൊരു ദൈവവും ഈ ഭൂമിയിലില്ല. Jesus did not stay up there in heaven and give some instructions to us. യേശു സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരികയല്ല ചെയ്തത്. It's because he was our true father, our true owner. He understood our value. He came down to redeem us. അവൻ നമ്മുടെ യഥാർത്ഥ പിതാവാകുന്നതുകൊണ്ട്, യഥാർത്ഥ ഉടമസ്ഥനാകുന്നതുകൊണ്ട് നമ്മുടെ വിലയെ അവൻ മനസ്സിലാക്കി നമ്മെ വീണ്ടെടുക്കേണ്ടതിന് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Now do you know why Jesus said, I am the way? ഞാൻ വഴിയാകുന്നു എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? Now do you realize why the Bible says there is no salvation outside of Jesus? എന്തുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലായോ? Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, you may have come here for the first time. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. But remember, the whole meeting, this meeting here in Mallapalli may have been arranged just for
for you. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മല്ലപ്പള്ളിയിലുള്ള ഈ കൂട്ടം നിയമിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു കൂട്ടം നടത്തുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. This evening, if your soul can discover its owner, ഈ സന്ധ്യാസമയം നിന്റെ ആത്മാവിന് അതിന്റെ യജമാനനെ തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, this evening, if you can see that your maker and owner is Jesus, ഈ സന്ധ്യാസമയം നിങ്ങളെ നിർമ്മിച്ചവനും നിങ്ങളുടെ ഉടമസ്ഥനും യേശുവാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, all the planning and prayer and expenditure of this whole convention will be a great blessing because you have come to Jesus. ഈ കൺവെൻഷന് വേണ്ടിയുള്ള അതിന്റെ ആ പണം ചെലവഴിച്ചതും പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളുമെല്ലാം അതൊരു വലിയ ജയം അനുഗ്രഹമായിരിക്കും. കാരണം നിങ്ങൾ യേശുവിലേക്ക് വന്നുവല്ലോ. Because you, one person, you're more precious than the whole world to Jesus. എന്തുകൊണ്ടെന്നാൽ ഈ മുഴു ലോകത്തെക്കാളും നീ ഒരേ ഒരു വ്യക്തി യേശുവിന് വിലയേറിയതാണ്. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Jesus the Savior is in our midst. രക്ഷകനായ യേശു നമ്മുടെ മധ്യയുണ്ട്. Jesus our heavenly Father is in our midst. നമ്മുടെ സ്വർഗീയ പിതാവാകുന്ന യേശു നമ്മുടെ മധ്യയുണ്ട്. Jesus the lover of our soul is in our midst. നമ്മുടെ ആത്മാവിന്റെ സ്നേഹിതനാകുന്ന യേശു നമ്മുടെ മധ്യയുണ്ട്. Today the death of Christ is working life in thousands of people. ഇന്ന് യേശുവിന്റെ മരണം അനേകായിരങ്ങളുടെ ജീവിതത്തിൽ ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. You heard a testimony this evening how a cutthroat got saved. നാം ഇന്ന് സാക്ഷ്യം കേട്ടുവല്ലോ, ഒരു മനുഷ്യന്റെ കഴുത്തറത്ത മനുഷ്യൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന്. The power of Jesus is still working today. യേശുവിന്റെ ശക്തി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. The power of Jesus is going to touch Mallapalli today. യേശുവിന്റെ ശക്തി ഇന്ന് മല്ലപ്പള്ളിയെ തൊടുവാൻ പോകുന്നു. The Lord told the Israelites, the place whereon your feet tread shall be yours. ദൈവം ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, കാൽ വെക്കുന്ന ദേശമെല്ലാം നിങ്ങളുടെ സ്വന്തം. This convention in Mallapalli is not going to go in vain. മല്ലപ്പള്ളിയിലുള്ള ഈ കൺവെൻഷൻ ഇത് വിരുദ്ധമായി തീരുവാൻ പോകുന്നില്ല. This place belongs to Jesus. ഈ സ്ഥലം യേശുവിനുള്ളതാണ്. Today we don't see it, ഇന്നൊരു പക്ഷേ നിങ്ങൾ അത് കാണുന്നില്ലായിരിക്കാം, but we are going to see it. എന്നാൽ അത് നിങ്ങൾ കാണുവാൻ പോകുന്നു. Because we have placed our feet in this place is going to be ours. എന്തുകൊണ്ടെന്നാൽ നാം പാദം വെച്ചതോ ഈ ദേശം, ഈ സ്ഥലം നമുക്കുള്ളതാണ്. How many believe this? എത്ര പേർ അത് വിശ്വസിക്കുന്നു? Put up your hands. നിങ്ങളുടെ കരമുയർത്തിയാൽ Oh, the power of Jesus is working in this place. യേശുവിന്റെ ശക്തി ഈ സ്ഥലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. The glory of God is flooding this place. ദൈവത്തിന്റെ തേജസ് ഈ സ്ഥലത്തെ നിറച്ചുകൊണ്ടിരിക്കുന്നു. Many people are going to see miracles in their lives because of Jesus. യേശു നിമിത്തമായി അനേകർ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ പോകുന്നു. Many sicknesses are going to be healed because of Jesus. യേശു നിമിത്തമായി അനേക രോഗങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു. 1 minute, let us give room to the Spirit of God. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കാം. Let the power of God operate in our midst. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. Well, the Holy Spirit is there is liberty. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Today the blood of Jesus is going to work in many lives. ഇന്ന് യേശുവിന്റെ രക്തം അനേകരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്നു. I believe many who are spiritually dead are going to come back to life. ആത്മീകമായി മരിച്ച അനേകർ ഇന്ന് ജീവനിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thousands of souls are going away from Jesus right now. ആയിരക്കണക്കിന് യേശുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമയമാണിത്. But now Jesus is going to bring them back. എന്നാൽ ഇപ്പോൾ യേശു അവരെല്ലാം മടക്കി കൊണ്ടുവരുവാൻ പോകുന്നു. As we get filled in the Holy Spirit, നാം ആത്മാവിൽ നിറയുമ്പോൾ, as we praise God, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, as we sing and rejoice in the Lord, നാം ദൈവത്തെ പാടി സന്തോഷിക്കുമ്പോൾ, Jesus is going to touch those thousands of people. ആ അകന്നു പോകുന്ന ആയിരക്കണക്കിന് പേര് യേശു തൊടുവാൻ പോകുന്നു. They are going to see a vision of Calvary. നിങ്ങൾ കാൽവരിയുടെ ദർശനം കാണുവാൻ പോകുന്നു. They are going to be washed by the blood of Jesus. അവർ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ പോകുന്നു. In Jesus' name, യേശുവിന്റെ നാമത്തിൽ command them to come to Jesus. അവർ യേശുവിലേക്ക് വരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. In Jesus' name, യേശുവിന്റെ നാമത്തിൽ we command those demons that are deceiving them to leave them. അവരെ വഞ്ചിക്കുന്ന പിശാചുക്കൾ അവരെ വിട്ടുപോകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. In Jesus' name, we command their minds to be enlightened. യേശുവിന്റെ നാമത്തിൽ അവരുടെ മനസ്സ് പ്രകാശിക്കപ്പെടുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. The Holy Spirit that is moving in our midst is going to move in them also. ഇപ്പോൾ നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ പോകുന്നു.
Jesus. We praise you, Lord. We praise you, Lord.